അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ. അപ്പം ഇതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഷാഫിഈ ഇമാം പറയുന്നതെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഷാഫിഈ മദ്ഹബ് ഷാഫിഈ ഇമാം എല്ലാ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കോട്ടൂർ ഉസ്താദ് കേട്ടുകണല്ലോ. ഞാൻ ഉസ്താദ് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം കേൾക്കാത്തവരുണ്ടായിരുന്നു. ഒന്ന് ഉറക്കെ ചോദിക്കണം കേട്ടാ. ഉത്തൈമീൻ നിങ്ങളൊന്നും എന്ത് ചെയ്യാ, ഉറക്കെ ചോദിക്കണം കേട്ടാ. ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ് കേട്ടുകണല്ലോ. ഉസ്താദ് പറഞ്ഞോളൂ. ഞങ്ങള് ഷാഫി മദ്ഹബുകാർ തന്നെയാണ്. അതുകൊണ്ട് ഷാഫി മദ്ഹബ് പറയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. ഇത് തർക്കമൊന്നുമില്ലല്ലോ. അപ്പോഴല്ലേ ഷാഫി മദ്ഹബ് ആവുള്ളൂ. ഷാഫിഈ മദ്ഹബുകാരായതുകൊണ്ട് ഷാഫിഈ മദ്ഹബ് എന്താണോ പറയുന്നത് അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാറുമുണ്ട്. ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും. എന്റെ ചോദ്യം, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, എൻ്റെ ചോദ്യം, ഷാഫിഈ ഇമാം ഷാഫിഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഷാഫിഈ ഇമാമുമായിട്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അല്ലാണ്ട് ഷാഫിഈ മദ്ഹബിനെ കുറിച്ചല്ല, ഷാഫിഈ ഇമാം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? സുഹൃത്തെ, അതിനാണ് നേരത്തെ പറഞ്ഞത്. ഏത് ഷാഫിഈ മദ്ഹബ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചോദ്യം നമുക്ക് തിരിഞ്ഞത് കേട്ടോ. ചോദ്യം കേട്ടപ്പോ തന്നെ എന്തായാണ് തിരിഞ്ഞത്? ഷാഫിഈ മദ്ഹബുകാരായതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞതൊക്കെ അംഗീകരിച്ചോളണമെന്നൊന്നുമില്ല. ഷാഫി മദ്ഹബ് പറഞ്ഞാൽ അതുമല്ല. ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം പറഞ്ഞതൊക്കെ അംഗീകരിക്കുക എന്നതിന് അർത്ഥമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഷാഫിഈ മദ്ഹബ് ആയതുകൊണ്ട് ഷാഫിഈ മദ്ഹബ് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കും. മനസ്സിലായോ? ഷാഫിഈ മദ്ഹബ് എന്താണോ പറയുന്നത് അത് അംഗീകരിക്കും. അതാണ് ഷാഫി മദ്ഹബ് പേര് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ വിചാരിച്ചാൽ ഷാഫി ഇമാം പറയുക അതാണ് ഷാഫി മദ്ഹബ് എന്നല്ല. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം പറഞ്ഞത് അല്ല. അതേ സ്ഥാനത്ത് ഷാഫി ഇമാം പറഞ്ഞതും പറയാത്തതും മറ്റു ഇമാമിയങ്ങൾ പറഞ്ഞതും എല്ലാം ഷാഫിഈ മദ്ഹബായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാഫിഈ മദ്ഹബുകാർ എന്ന നിലക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നത് ഷാഫിഈ മദ്ഹബ് എന്താണോ പറയുന്നത് അതാണ്. മനസ്സിലായോ? അപ്പൊ ഷാഫി ഇമാം എന്തെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തോട് ഷാഫിഈ മദ്ഹബ് എതിരായി വന്നിട്ടുണ്ടെങ്കിൽ ഷാഫി മദ്ഹബേക്കും ഞങ്ങൾ അംഗീകരിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിഷയത്തില് നിങ്ങൾ തെളിയിക്കുകയാണ്, ഏത് ഷാഫി ഇമാമിന്റെ അഭിപ്രായം അതിനെതിരാണ്, ഷാഫി മദ്ഹബിലെ അഭിപ്രായത്തോട് എതിരാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ പ്രയാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായങ്ങളല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചില പുത്തൻവാദികൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഷാഫി മദ്ഹബ് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മാത്രം അഭിപ്രായങ്ങളാണ് എന്നല്ല. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ആയിക്കോട്ടെ. അപ്പം ഷാഫിഈ ഇമാമിനെ നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നില്ല എന്നാണോ ഇതിന്റെ അർത്ഥം? അതായത് ഷാഫിഈ ഇമാമിനെ പലപ്പോഴും നിങ്ങൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഷാഫിഈ ഇമാമിയങ്ങളെ നമുക്ക് തഖ്ലീദ് ചെയ്യാം, ഇമാമിയങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും പറ്റാറില്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഇത് നിങ്ങളും സലഫി ആശയക്കാരും തമ്മിൽ ഒരേ ഇതിലല്ലേ പറ്റി നിൽക്കുന്നത്. അവരും പറയുന്നത് എന്താണ്? ഇതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്, എല്ലാ ഇമാമിങ്ങളുടെ അഭിപ്രായം നമ്മൾ എടുക്കണമെന്ന്. അപ്പൊ നിങ്ങളും പറയുന്നത് ഷാഫിഈ ഇമാമിന് നിങ്ങളും തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അത് വല്ലാത്തൊരു മനസ്സിലാവുള്ളൂ ഹബീബി. ഞങ്ങൾ അതല്ല പറയണത്. ഞങ്ങൾ ഷാഫിഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തവരാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞങ്ങൾ തഖ്ലീദ് പാടില്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം എന്നല്ല പറഞ്ഞു. ഞങ്ങൾ ഷാഫിഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തവരാണ്. അതുകൊണ്ട് ഷാഫിഈ മദ്ഹബിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അംഗീകരിച്ചുകൊണ്ടല്ലേ തഖ്ലീദ് ചെയ്തത്? അംഗീകാരമില്ലാത്ത ഒന്നിനെ തഖ്ലീദ് ചെയ്യാൻ പോവോ? അപ്പൊ ഷാഫിഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണത്.
അപ്പൊ ഷാഫിഈ മദ്ഹബിനെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ അതിനെ ഞങ്ങൾ തഖ്ലീദ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളൊക്കെ പറഞ്ഞ മാതിരി മദ്ഹബ് ഇല്ലാത്തവര് തഖ്ലീദ് ഇല്ലാത്തവര് എന്നല്ല, ഞങ്ങൾ തഖ്ലീദ് ഉള്ളവരാണ്. ഞങ്ങൾ ഷാഫിഈ മദ്ഹബിനെയാണ് തഖ്ലീദ് ചെയ്തിട്ടുള്ളത്. വേറെയും 3 മദ്ഹബുകളുണ്ട്. അതിന് ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് സൗകര്യപ്പെട്ട രീതിയിൽ അവന് ഏത് മദ്ഹബാണോ പഠിച്ചിട്ടുള്ളത് ആ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാവുന്നതാണ്. അതിന് വിരോധമില്ല. അപ്പൊ ഞങ്ങൾ ആ നിലക്ക് ഷാഫിഈ മദ്ഹബാണ് പഠിച്ചത്. ഞങ്ങൾ ഷാഫിഈ മദ്ഹബിനെയാണ് തഖ്ലീദ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ ഓരോന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ഷാഫിഈ മദ്ഹബ് തഖ്ലീദ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാ പറഞ്ഞ മൈക്കോട്ടെ. എന്റെ ചോദ്യം, നിങ്ങളിപ്പോ പറയുന്നതിന്റെ അർത്ഥം ഷാഫിഈ മദ്ഹബ് തഖ്ലീദ് ചെയ്യാം, പക്ഷെ ഇമാം ഷാഫിഈനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണോ? നിങ്ങൾ ഷാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്നുണ്ടോ ഇല്ല? അതാണ് എനിക്ക് അറിയാനുള്ളത്, അല്ലാണ്ട് ഷാഫിഈ മദ്ഹബിനെ കുറിച്ചല്ല. അതന്നെയാണ് എനിക്ക് നിങ്ങളെ ഒന്നാമത്തെ ചോദ്യം കേട്ടപ്പോ തന്നെ മനസ്സിലായി. നിങ്ങളെ ലക്ഷ്യപ്പൊ പാളിക്കണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഷാഫി ഇമാമ് പറഞ്ഞ എന്തോ ഒരു ഇബാറത്ത് കൊടുത്തിട്ട് വന്നാണ് ഇപ്പൊ ചോദിക്കാന്. ഏത് നിങ്ങൾ ഈ പറഞ്ഞത് ഇപ്പൊ ഷാഫി ഇമാമ് പറഞ്ഞതിന് എതിരാണല്ലോ. അത് എനിക്ക് തുടക്കത്തിലെ ചോദ്യം കേട്ടപ്പോ തന്നെ മനസ്സിലായി. അത് നിങ്ങളൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോ ഏതായാലും ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദ്യം ചോദിക്കാൻ വന്ന നിങ്ങളിപ്പോ എന്തായാലും ഉസൈമീനെ തഖ്ലീദ് ചെയ്ത് വന്നതാണല്ലോ. അത് വേറൊന്ന്. ഷാഫി ഇമാമിനല്ലേ പറ്റാത്തുള്ളൂ, വേറുള്ളവരൊക്കെ പറ്റുമല്ലോ. അതേതായാലും അവിടെ കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ പറഞ്ഞത് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം അഭിപ്രായങ്ങളല്ല. പറഞ്ഞ മനസ്സിലായുണ്ടോ? അത് നമുക്ക് പിന്നെ തീരുമാനാക്കാം. നിങ്ങൾ ആരെയാണ് തഖ്ലീദ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനാക്കി തരാം. നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കണേ, തഖ്ലീദ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു അമലും ദീനിൽ ചെയ്യാൻ പറ്റൂല. അത് ശരി, നിങ്ങൾ തഖ്ലീദ് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, തഖ്ലീദ് ചെയ്യാതെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ ഒരു 2 റക്അത്ത് നിസ്കാരം പോലും നടത്താൻ പറ്റൂല. എന്റെ വെല്ലുവിളിയാണ്. ഇന്റേതായിട്ട് കണക്കൂട്ടേണ്ട. എസ്റ്റീമിന്റെ വെല്ലുവിളിയായിട്ട് കണക്കൂട്ടിക്കോളി. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഉസൈമീനെ തഖ്ലീദ് ചെയ്യില്ല എന്ന് പറഞ്ഞത് ആയിക്കോട്ടെ. നിങ്ങൾ ആരെയും തഖ്ലീദ് ചെയ്യാത്തൊരു മുജ്തഹിദ് മുത്തലഖ് ആയിക്കോട്ടെ. ഞാൻ പറയുന്നു, തഖ്ലീദ് ചെയ്യാതെ നിങ്ങളെ കൊണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സാധിക്കൂല. മനസ്സിലായോ? അത് അതൊരു വെല്ലുവിളി തന്നെയാണ്. നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ പറയും. അതിന്റെ ഇടയിൽ പറഞ്ഞതാട്ടോ. അപ്പൊ നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ പറയും. തഖ്ലീദ് എന്താണെന്നും ഇജ്തിഹാദ് എന്താണെന്നും അതിനാരെ കൊണ്ടാണ് ഇജ്തിഹാദിനെ സാധിക്കുക എന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചു തരാം. നിങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയാം ഞങ്ങൾ ആരും തഖ്ലീദ് ചെയ്യണില്ല. ഞാൻ ചോദിക്കുന്നു, ഒരാളും തഖ്ലീദ് ചെയ്യാതെ സ്വന്തമായി ഇജ്തിഹാദ് ചെയ്തിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചിരോ? നമുക്കൊന്ന് കാണില്ല. കുറെ കാലമല്ലേ ഞങ്ങൾ വെല്ലുവിളിക്കണം. എന്നാ അതൊന്ന് സ്വീകരിച്ചോളി. എന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ മൈക്കെടുത്തോളി. ഞാൻ തഖ്ലീദ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ ഷേഖ് ഉത്തൈമീനെ ബ്ലൈൻഡ് ആയിട്ട് തഖ്ലീദ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചോദ്യം മാറ്റി മറിക്കാൻ നോക്കണ്ട. നിങ്ങളെ സ്ഥിരം പരിപാടി ഈ പരിപാടി നിങ്ങൾ നിർത്തിക്കോ. അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്ന് ഒഴിവാക്കിയാലോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാൾ പറയുമ്പോൾ വിഷയം ചോദ്യം മാറ്റി കൊണ്ടുപോയില്ല. ഞാൻ ചോദിച്ചെന്താ, ഇമാം ഷാഫിഈനെ തഖ്ലീദ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? നിങ്ങൾ ഇമാം ഷാഫിഈനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണോ അല്ലേ? അതോ നിങ്ങളെ അഭിപ്രായം ഇങ്ങനെയാണോ, ആരെ വേണമെങ്കിലും തഖ്ലീദ് ചെയ്യാമെന്നാണോ നിങ്ങളെ അഭിപ്രായം? അതോ ആരിൽ നിന്നും തെറ്റുണ്ടോ അതോ ഒഴിവാക്കി നല്ലത് എടുക്കാം എന്നുള്ളതാണ്? എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് നമുക്കറിയാം. ഒന്ന് നിങ്ങൾ അഖീദ ഒന്ന് വ്യക്തമാക്കി തരും. ഇത് നല്ല രസമുണ്ട്. തുടങ്ങിയപ്പോ യാസീനാണ്, തീർന്നപ്പോ തബാറക്കായി അറിയില്ലേ? അതേമാതിരി ഫിഖ്ഹെന്നാ ചോദിച്ചത്. ഇപ്പൊ തീർന്നപ്പോ അഖീദ വ്യക്താക്കാൻ പറഞ്ഞിട്ടാ വെച്ചത്. ഇങ്ങനുണ്ട്. തുടങ്ങിയപ്പോ യാസീനാണ്, തീർന്നപ്പോ തബാറക്കായി പറഞ്ഞ മാതിരി മൂപ്പര് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് എവിടുന്ന? അതെ, ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് എവിടുന്ന? ഫിഖ്ഹെന്നാണ്. കാരണം ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അഖീദല്ലല്ലോ, അത് ഫിഖ്ഹല്ലേ. അതുമെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് അവസാന മൂപ്പരങ്ങൾ അഖീദ ഒന്ന് വ്യക്തമാക്കണം എന്നാണ്. എന്താ ഇപ്പൊ എങ്ങനായാ ചെയ്യ? എന്താ ഇപ്പൊ എങ്ങനെയാ? അഖീദയില് ഞങ്ങൾ പറയുന്നത്, ഞങ്ങള് അഖീദയിൽ മദ്ഹബ് ഷാഫി ഇമാമിന്റെ ഷാഫി മദ്ഹബ് എന്നൊരു മദ്ഹബ് അഖീദയിൽ ഇല്ലെന്നെ. അത് നിങ്ങൾക്കറിയില്ല. അഖീദയിലുള്ള മദ്ഹബ് അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ മൻസൂർ അൽ മാതുരിദി റളിയല്ലാഹു അൻഹുവിന്റെയും 2 മദ്ഹബുകളാണ്. അപ്പോ അഖീദയാണ് നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഷാഫി മദ്ഹബ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന്റെ പൊട്ട തെറ്റാ.
പിന്നെ ഇയാളോട് ഞാൻ ചോദിച്ചത് മദ്ഹബല്ല ഇമാമിനെ കുറിച്ചാണ് എന്നൊക്കെ പറയും. ഞങ്ങൾ അംഗീകരിക്കുന്നത് മദ്ഹബാണ്, ഇമാമിനല്ല. മനസ്സിലായിക്കോളൂ. ഞങ്ങൾ അംഗീകരിക്കുന്നത് ഷാഫിഈ മദ്ഹബ് എന്നിട്ടൊരു മദ്ഹബാ. ആ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാമ് മാത്രം പറഞ്ഞതല്ല. ചിലപ്പോ ആ മദ്ഹബിലെ ഒരു ഇമാമ് പറഞ്ഞതിനെതിരെ മദ്ഹബിലെ മുഅ്തമദ അഭിപ്രായം വന്നിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ ആ അഭിപ്രായത്തെയാണ് സ്വീകരിക്കുക. അതാണ് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് പറഞ്ഞതല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. ഇനി ഉദാഹരണം പറയുമോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖിയാസാക്കി എന്ന് പറയരുത് കേട്ടോ. ആളുകളെ ഖിയാസാക്കാനല്ല ഉദാഹരണം പറയുന്നത്, ഒരു പ്രയോഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറയാ, ഇന്ദിരാ കോൺഗ്രസ് എന്നൊരു കോൺഗ്രസ് കേട്ടില്ല നിങ്ങൾ? സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടില്ല? ഇന്ദിരാ കോൺഗ്രസ് കേട്ടില്ലേ? ഇന്ദിരാ കോൺഗ്രസ് എന്നിട്ടില്ലേ? ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദിരാഗാന്ധി പറഞ്ഞതെന്നാ ആണോ? നമ്മളെ കേരളത്തിൽ എത്ര ജാതി കോൺഗ്രസുകളുണ്ട്? ആ കോൺഗ്രസിന്റെ ചേർത്ത് ഓരോരുത്തർ പറഞ്ഞതെന്നാ. പിന്നെ അതിന് പാർട്ടിയും കമ്മിറ്റി ഒന്നും വേണ്ടല്ലോ. ഇന്ദിരാഗാന്ധിക്ക് ഇരുന്നിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കരുണാകര കോൺഗ്രസ് പറഞ്ഞാൽ കരുണാകരൻ ഇരുന്നിങ്ങനെ പറയാ. മാണി കോൺഗ്രസ് പറഞ്ഞാൽ മാണി ഇരുന്നിങ്ങനെ പറയാ. അതാണോ കോൺഗ്രസ്? പിന്നെ അതിന് കമ്മിറ്റി. അപ്പൊ ലീഡറിലേക്ക് ചേർത്തി പറയും. അതാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ആ മദ്ഹബിന്റെ ലീഡർ എന്ന നിലക്കാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് ആ മദ്ഹബ് ചേർത്തി പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ദഹബ ഇലൈഹി ഷാഫിഈ വഅസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസാഇൽ. അതാണ് മഹാന്മാര് പറഞ്ഞത്. ഷാഫിഈ ഇമാമും ഷാഫിഈ ഇമാമിന്റെ അസ്ഹാബും പറഞ്ഞ അവർ പ്രകടിപ്പിച്ച വീക്ഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. ആണോ? അപ്പൊ ഷാഫി മദ്ഹബ് പറഞ്ഞ ഷാഫി ഇമാമ് മാത്രം പറഞ്ഞതല്ല എന്നൊരു അടിസ്ഥാന വിവരെങ്കിലും എന്താക്കുക, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ മൈക്കോട്ടെ. സഖാഫി, ഞാനിവിടെ ചോദിച്ചത് ഷാഫിഈ മദ്ഹബിനെ കുറിച്ചല്ല. ഞാൻ ചോദിച്ചത് ഷാഫിഈ ഇമാം പറയുന്നത് ഷാഫിഈ ഇമാമിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? കാരണം നിങ്ങൾ ഇത് അങ്ങോട്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിനോട് പറയുന്ന പ്രസ്ഥാനത്തിലെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങൾ പറയല്? ഷാഫി ഇമാമിനേക്കാളും വിവരമുണ്ടോ നിങ്ങളെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് അങ്ങനെ ചില ആൾക്കാർക്ക് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞവർക്ക് ഷാഫി ഇമാമിനേക്കാളും വിവരമുണ്ടോ? പൊന്നാരി ചങ്ങായി, അതിന്റെ കോല അങ്ങനല്ല. ഏതെങ്കിലും പണ്ഡിതൻ ഷാഫി ഇമാമ് പറഞ്ഞതിനെതിരെ പറയാ എന്നിട്ട് അത് നിങ്ങളോട് അംഗീകരിക്കുക, അങ്ങനെയൊന്നും അല്ല. അത് നിങ്ങൾ കുറച്ചേരം സെബർ ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഒക്കെ പറഞ്ഞത് എന്താ ഷാഫി മദ്ഹബ് പറഞ്ഞാല്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ശരിക്കാണ്ട് പഠിക്കും എന്താണ് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ. സെബർ ചെയ്തിരിക്കുന്ന കേട്ടോളി, ഞാൻ പറഞ്ഞുതരാം. ടൈമുണ്ട്, എന്നാ എനിക്കും ടൈമുണ്ട്, കേട്ടോളി. ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാല് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഉസൂലുണ്ട്, നിദാന ശാസ്ത്രം. ആ നിദാന ശാസ്ത്രം അനുസരിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹും ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാകുന്ന ഒരുപാട് അസ്ഹാബ് നടത്തിയ ഇജ്തിഹാദുകളിൽ നിന്ന് വന്ന അഹ്കാമുകളാണ് ഷാഫി മദ്ഹബിന്റെ അഹ്കാം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തോന്നും ഷാഫി ഇമാമ പറഞ്ഞതിന്റെ എതിരെ ചിലപ്പോ അസ്ഹാബ് പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉദാഹരണം പറഞ്ഞുതരാം. മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം എത്രയാണ്? മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം എത്രയാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജദീദായ അഭിപ്രായം അനുസരിച്ച് മഗ്രിബ് നിസ്കാരത്തിന് 5 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമേ ഉള്ളൂ. സൂര്യൻ അസ്തമിച്ചാൽ 5 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജദീദായ അഭിപ്രായ പ്രകാരം ഉള്ളൂ. മനസ്സിലായോ? പക്ഷെ അതേ സ്ഥാനത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസ പഠിച്ച ഷാഫി മദ്ഹബ് ഉണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ മദ്രസ തന്നെ പഠിച്ച ഷാഫി മദ്ഹബ്. ആ ഷാഫി മദ്ഹബിൽ മഗ്രിബിന്റെ സമയം എത്ര സുഹൃത്തുക്കളെ പറയുന്നത്? സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടുംചുവപ്പ് മായുന്നത് വരെയാകുന്നു. അതായത് ഇശ വരെ ഉണ്ട്. 5 റക്അത്ത് നിസ്കരിക്കണ സമയമല്ല, ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും ഉണ്ടാവും. കണ്ടോ? ഇത് എങ്ങനെ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിനെതിരെ ഒരു ഷാഫി മദ്ഹബ് വന്നത്? അതാണ് പഠിക്കേണ്ടത്. അപ്പൊ ഷാഫി ഇമാമ് അറിയിച്ച അതൊന്നുമല്ല. ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിനെതിരെ ഷാഫി മദ്ഹബ് വന്ന എങ്ങനെ ചാവും പറഞ്ഞുതരാം. ഷാഫിഈ ഇമാമിന്റെ സ്വഹാബ് ഈ വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തുമ്പോ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പ്രമാണങ്ങൾക്ക് എതിരായി വല്ലതും പറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോ. ഒരു ഹദീസ് കാണുന്നു മഗ്രിബിന്റെ വഖത്ത് ഇത്ര വരെ ഉണ്ട്. ഷാഫി ഇമാമിന്റെ അഭിപ്രായം കാണുന്നു 5 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ അവിടെ അസ്വഹാബ് ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാര്
എന്തുകൊണ്ടാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഇതിന് എതിരായത് എന്ന് പഠിക്കും. അത് ഇപ്പൊ മൗലവിമാര് ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ മാതിരിയല്ല. പിന്നെന്താ, ഷാഫി ഇമാമിന് ലഭിച്ച ഹദീസുകൾ ഏതൊക്കെയാണ് എന്ന് ശിഷ്യന്മാർക്കറിയാം. അത് അറിയുന്ന ശിഷ്യന്മാർ വ്യക്തമായി അത് പഠിച്ചിട്ട് ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഹദീസ് കിട്ടാത്തത് കൊണ്ടാണ് ഷാഫി ഇമാം ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവും. മനസ്സിലായോ? ഷാഫി ഇമാമിന് ഇതിനെതിര് പറഞ്ഞത് അല്ലാതെ നമ്മളെ മൗലികമാര് ചിലതുണ്ട് ഓലെന്താക്കൂ, ഷാഫി ഇമാമിന്റെ ഒന്നാണ് കണ്ടു, വേറെ ഹദീസ് കണ്ട അതേ ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല. അങ്ങനല്ല, ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കും. കിട്ടിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോ ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഇതിനെതിരാകാനുള്ള കാരണം ഹദീസ് കിട്ടാത്തതാണെന്ന് മനസ്സിലാവും. ഇനി കേട്ടോളൂ, ഷാഫി ഇമാമിനെ ഹദീസ് കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ എന്നാൽ ഇമാം ഷാഫിന്റെ അഭിപ്രായം ഈ ഹദീസിനെതിരാകാനുള്ള കാരണം എന്താ? വീണ്ടും പരിശോധന തുടരും. അപ്പൊ മനസ്സിലാവും ഈ ഹദീസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഹദീസിൽ പറഞ്ഞ നിയമത്തെ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് കൂടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഇതിനെതിരായത് എന്ന് മനസ്സിലാവും. അപ്പൊ ഷാഫി ഇമാമിന്റെ അഭിപ്രായം ഒരു ഹദീസിന് എതിരായി കാണുമ്പോഴേക്ക് ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിക്കാണ്ട് വാളെടുക്കണ പണി അവർക്കില്ല. അത് മനസ്സിലാക്കാനാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി ഇമാമിന്റെ ഒരു അഭിപ്രായം ഒരു ഹദീസിനെതിരെ കണ്ടു. പരിശോധനയിലാകട്ടെ ഷാഫി ഇമാമിന്റെ ജദീദ അഭിപ്രായത്തിനെതിരെ ഒരു ഹദീസ് കാണുകയും കണ്ടു എന്ന് മാത്രമല്ല, പരിശോധനയിൽ ആ ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കിട്ടാത്തത് കൊണ്ടാണ് ഷാഫി ഇമാമിന്റെ അഭിപ്രായം അങ്ങനെയായത് എന്ന് അസ്വഹാബിന് ബോധ്യപ്പെടുന്ന പക്ഷം അസ്വഹാബിന്റെ അഭിപ്രായം ഇമാമിന്റെ അഭിപ്രായത്തിന് എതിരായി വരും. അങ്ങനെ എതിരായി വന്ന 16ഓളം സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജ് ഓതുന്ന സമയത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയത്തിലും അതുപോലെ തന്നെ ഖളാ ആയ നിസ്കാരത്തിന് വാങ്ക് വിളിക്കണോ വിളിക്കണ്ടേ എന്നുള്ള വിഷയം അടക്കമുള്ള വിഷയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ പറയുന്നത് കാണാം. എന്താ പറയാ? വൽ ഖദീമു ഹുനാ അസ്ഹു വല്ലാഹു അഅലം. കേട്ടോ, മദ്ഹബിലെ മുഅ്തമദ് ഷാഫി ഇമാമിന്റെ ഖദീമാണ്, അല്ലാതെ ജദീദല്ല ഈ വിഷയത്തിൽ എന്ന് പറയും. അതിന്റെ കാരണത അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഷാഫി മദ്ഹബിനെ തഖ്രീദ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാല് ഷാഫി ഇമാമ് പറയാ അതിനാണ് സ്വീകരിക്കുക, അങ്ങനല്ല. നേരെ മറിച്ച് ഷാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ നേതൃത്വത്തിൽ അവിടുത്തെ നിദാന ശാസ്ത്രം വെച്ചുകൊണ്ട് ഇമാമും അവിടുത്തെ അസ്ഹാബും അടക്കം നടത്തിയ ഇജ്തിഹാദിന്റെ ഫലമാണ് ഷാഫിഈ മദ്ഹബ്. അപ്പൊ മനസ്സിലായോ? ഓക്കെ, ഞാൻ മൈക്ക് വെച്ചു. ഞാൻ ഓക്കെ, നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ ഇതേ കാര്യം തന്നെയാണ് നമ്മളും പറയാറുള്ളത്. എന്ത്, ഷാഫി ഇമാമിന് ചില കാര്യങ്ങൾ ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടാത്തതുകൊണ്ടാണ് ഇത് ഇതാക്കുക. അത് തന്നെയല്ലേ ഇപ്പൊ നിങ്ങളും പറയുന്നത്. എനിക്കിപ്പോ പറയാനുള്ള അങ്ങനെയാണെങ്കിൽ ഷാഫി ഇമാം നിക്ക് നിങ്ങൾക്ക് പറയാനുള്ളടത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ പാഠം തന്നെ നിങ്ങൾ പഠിച്ചിട്ടില്ല, എന്നിട്ടുള്ള രണ്ടാമത്തെ വായിക്കൽ അടക്കി. എന്താ ഞാൻ എന്താ പറഞ്ഞു? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഡോട്ടിട്ടത് അതിനാണ്. ഡോട്ട് ഇട്ടത് എന്തിനാ? ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായത് ആണോ? നിങ്ങൾ ഈ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി. ഞാനിപ്പോ പറഞ്ഞതാണോ നിങ്ങൾക്ക് മനസ്സിലായത്? ആണോ? അല്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഷാഫി ഇമാമിന് ഒരു സംഗതി കിട്ടാതെ പോയി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനല്ല, ഷാഫി ഇമാമിന് കിട്ടാതെ പോയി നിങ്ങളും ഞാനും ഓഫീസിലിരുന്ന് ആകാശത്ത് നോക്കി മനസ്സിലാക്കേണ്ടതല്ല, അത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അത് പരിശോധിക്കാൻ കെൽപ്പുള്ളവരാണ് ഷാഫി ഇമാമിന്റെ അസ്ഹാബ്. അസ്ഹാബ് പരിശോധിച്ചാൽ ചിലപ്പോൾ അവർക്കത് കണ്ടെത്താൻ സാധിക്കും, നിങ്ങൾക്കും എനിക്കത് കണ്ടെത്താൻ സാധിക്കൂല. ആ വ്യത്യാസമെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പൊ മുജാഹിദുകൾക്ക് ഒരു പണിയുണ്ട്. എന്താ? ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, ഷാഫി ഇമാമിന്റെ അഭിപ്രായം എതിരും കണ്ട് എന്നാ പറയും ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടില്ല. അങ്ങനല്ല, ഷാഫി ഇമാമിന് ആ ഹദീസ് കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ പിന്നെ ആ കിട്ടിയിട്ടും ഈ ഹദീസിനെ മാറ്റി വെക്കാനുള്ള കാരണം കൂടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുണ്ടാവും. അത് വേറൊരു രീതിയാണ്. അതൊന്നും പഠിക്കാതെ ഒരു ഹദീസ് ഷാഫി മദ്ഹബിനെതിരെ കാണുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിനെതിരെ കാണുമ്പോഴേക്ക് അപ്പൊ ഷാഫി ഇമാമിന് ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തീരുമാനിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഷാഫി ഇമാമിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അഭിപ്രായം വരാനുള്ള കാരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബ് വ്യക്തമായി പഠിച്ചിട്ടാണ് അതിനൊരു തീരുമാനത്തിൽ എത്തുന്നത്. അത് മനസ്സിലാക്കുക. നീ ചോദിച്ചോളി, മൈക്ക് കൊടുത്തോളി. ഷാഫി ഇമാം മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉറക്കെ പറയാൻ പാടില്ല എന്നാണല്ലോ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ?
തീർച്ചയായും ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം ആ വിഷയത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതല്ലേ രസം. ഇതിനാണ് ഇപ്പൊ ഇത്ര ഉരുളണ്ടോ. ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഈ വിഷയത്തിലും അംഗീകരിക്കുന്നുണ്ട്. എന്നാ നിങ്ങൾ കാണിക്ക് ഷാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം മയ്യത്തുണ്ടോമ ദിക്റെല്ലാം പാടില്ല എന്നാണ്. നിങ്ങളൊന്ന് തെളിയിക്കി നോക്കാലേ നമുക്ക്. അങ്ങനെ നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ നാളെ ഒരു ദിക്ർ എത്തിക്കോളാം. പ്രശ്നം കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞല്ലോ. ഷാഫി മദ്ഹബ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടോട്ട് മാറുന്നില്ല. ഞങ്ങളൊന്ന് തെളിയിക്കി ഷാഫി മദ്ഹബിൽ അങ്ങനെ മയ്യത്തുണ്ടോ ദിക്ർ ഇതെല്ലാം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ നാളെ മുതൽ ദിക്ർ നിർത്തിക്കോളാം. അല്ല, ഞങ്ങൾ മദ്ഹബ് മാറുന്നില്ല അതിന്റെ പേരിൽ കേട്ടോ. ഞങ്ങൾ അതിന്റെ പേരിൽ എന്താക്കുന്നില്ല, മദ്ഹബ് മാറാൻ പോണില്ല. ഞങ്ങൾ ഷാഫി മദ്ഹബ് തന്നെയാണ്. നിങ്ങളത് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ദിക്ർ നിർത്തിക്കോളാം. പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങളൊന്ന് തെളിയിക്കും മൈക്കെടുത്തു. ഹലോ, ദിക്ർ അങ്കിൾ ഇങ്ങനെ ചെല്ലാം എന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ തെളിയിച്ച് കാണിച്ചു തരും. അതായത് ഞാൻ പറഞ്ഞ ദിക്റുകൾ ചെല്ലുന്നതല്ല, അത് ഉറക്കെ ചെല്ലാം എന്ന് ചെല്ലുന്നത് ജാഹിസ് ആണെന്ന് നിങ്ങൾ തെളിയിക്കും. ഷാഫി മദ്ഹബിൽ നിങ്ങളല്ല ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന ആൾക്കാർ, നിങ്ങളത് തെളിയിച്ച് കാണിച്ചു തരും. ഉറക്കെ ദിക്റുകൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ തെളിയിക്കാൻ ഓതാന്ന് ഷാഫി മദ്ഹബിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിച്ച് കാണിച്ചു തരും. നിങ്ങൾ ഷാഫി മദ്ഹബ് മാത്രം അംഗീകരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഹദീസും വേണ്ട, ഖുർആനും ആയത്തും, നിങ്ങൾ അതെല്ലാം തള്ളുമല്ലോ. ഷാഫി മദ്ഹബ് അംഗീകരിക്കും. ഷാഫി മദ്ഹബും അല്ല, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ഒരു മദ്ഹബാണുള്ളത്. നിങ്ങളെ മറ്റേ മുൻഷി മദ്ഹബിനേക്കാളൊക്കെ എത്രയും വെച്ചാൽ ഞങ്ങളെ ഷാഫി മദ്ഹബിനാണ്. അതിലിപ്പോ ആർക്കും തർക്കമൊന്നുമില്ല കേട്ടാ. നിങ്ങളെ ഹൈസ്കൂൾ മദ്ഹബ് ഉണ്ടല്ലോ, മുൻഷി മദ്ഹബ്, UP സ്കൂളിന്റെ വിവരമുള്ള മദ്ഹബ്, ആ മദ്ഹബാണല്ലോ ഈ കട്ടകാലൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്. ഞങ്ങളെ വെല്ലുവിളിക്കണേ ഷാഫി മദ്ഹബിനെ എന്നല്ല, മദ്ഹബിനെ തള്ളി പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മൗലവി കണ്ട് കൊണ്ടുവരണോ. ഒരു റക്അത്ത് നിസ്കരിച്ച് കാണിച്ചിട്ട് മദ്ഹബില്ലാതെ ഒന്ന് കേൾക്കണല്ലേ ഞങ്ങൾക്ക് ഒന്ന് കേട്ടോ. ഒരു റക്അത്ത് എങ്ങനെ നിസ്കരിക്കുന്നു പറഞ്ഞു തരട്ടെ മദ്ഹബില്ലാതെ. ഞങ്ങൾ എത്ര കാലമായി SCBയിലൂടെ വെല്ലുവിളിക്കണ്, ഒന്ന് കൊടുന്ന് കാണിച്ചോണ്ട ഏതെങ്കിലും ഒരു മൗലവി ഇവിടെ വന്നിട്ടൊന്ന് വിശദീകരിച്ചു തരട്ടെ. മദ്ഹബാണ് മാറ്റി നിർത്തിയിട്ട് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സ്വന്തം ഗവേഷണം നടത്തിയിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ആദ്യം മുതൽ തുടങ്ങണേ, ജീവിതത്തിൽ പലതവണ ഓരോ ദിവസവും ആവർത്തിച്ച് ചെയ്യുന്ന അവസാനം വരെ നിലനിർത്തേണ്ട ഇബാദത്താകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ ഒരു റക്അത്ത്, അത്രയും ഞാൻ പറഞ്ഞു, അതിലേറെ ചോദിക്കണില്ല. ഈ ഒരു റക്അത്ത് നിങ്ങൾ തെഖ്ലീദ് ചെയ്യാതെ സ്വന്തം ജിത്തിയാതിട്ടൊന്ന് തെളിയിക്ക് ഇവിടെ ഒന്ന് പറഞ്ഞോണ്ട് എങ്ങനെ നിസ്കരിക്കലെന്ന്. ഞങ്ങളെ വെല്ലുവിളിയാണ് ഇത് സ്വീകരിച്ചത്, SGവിന്റെ വെല്ലുവിളിയാണ് കേട്ടോ. കുറെ കാലമായി ഞങ്ങളത് വിളിക്കണമെന്ന് കാണിച്ചു നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ മുൻഷി മദ്ഹബിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് ഷാഫി മദ്ഹബ് തന്നെയാണ്. ഇനി കേട്ടോ, നിങ്ങൾ പറഞ്ഞ എന്താ ജായിസാണെന്ന് തെളിയിക്കോ എന്നാണ്. അതാണ് നിങ്ങളെ വിവരം. മദ്ഹബ് എന്ന് പറഞ്ഞ ജായിസ് തെളിയിക്കണമല്ല കേട്ടോ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ജായിസ് തെളിയിക്കണതല്ല. പിന്നെന്താ മദ്ഹബിന്റെ പണി എന്താ? മദ്ഹബ് ഷാഫിഈ മദ്ഹബ് വന്നിട്ടുള്ളത് ഷാഫിഈ ഇമാമിന്റെ ഉസൂൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഷാഫിഈ ഉസൂലിൽ പറയുന്നത് ഒരു കാര്യം ജായിസാണ് എന്നതിന് തെളിവ് വേണ്ടാന്നാ. അത് ശരി, നിങ്ങൾ എവിടുന്ന ഈ വരുന്നത്? ഒരു കാര്യം ജായിസാണെന്നതിന് തെളിവ് വേണ്ട, കാരണം അസുലുൽ ഹുക്മ് ജവാസാണ്. ആണോ? ഒരു സംഗതിയുടെ അടിസ്ഥാന ഹുക്മ് അത് അനുവദനീയമാണ് എന്നതാണ്, ജായിസാണ് എന്നതാണ്. പിന്നെ അത് ജായിസായ ഒരു സംഗതി പാടില്ല എന്ന് വരണമെങ്കിൽ, അല്ലെങ്കിൽ കേവലം ജായിസ് അല്ല അത് സുന്നത്തുണ്ട് എന്ന് വരണമെങ്കിൽ, അല്ല കേവലം ജായിസ് അല്ല അത് നിർബന്ധമാണ് എന്ന് വരണമെങ്കിൽ, അത് ജായിസാണ് എന്ന് മാത്രമല്ല, ജായിസ് ആണെന്നതിനെ കുറിച്ച് പറഞ്ഞുകൂടാ, അത് ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിലുള്ള കറാഹത്താണെന്ന് പറയണമെങ്കിൽ, അത് ജായിസ് അല്ല അത് ഹറാമാണെന്ന് പറയണമെങ്കിൽ അതിനാ തെളിവ് വേണ്ടത്. അല്ല ഷാഫി മദ്ഹബിൽ ഇങ്ങനെ അങ്ങാടി പോണതിനെ പറ്റി അങ്ങാടി പോലെ ജായിസാണ് ഷാഫി മദ്ഹബിലുണ്ടോ? അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി ജായിസായ സംഗതിനെ പറ്റി പറയല്ല. അവിടെ നിങ്ങൾ നേരത്തെ അവിടെ പറഞ്ഞു ഷാഫിഈ മദ്ഹബിൽ പറയുന്നത് അത് ചെല്ലാൻ പാടില്ല എന്നാണെങ്കിൽ അതാണ് അസുലുൽ ഹുക്കുമാകുന്ന ജവാസിന് എതിരുള്ള മസാല. അതിനാണ് തെളിവ് വേണ്ടത്. മനസ്സിലായോ? അതിനാണ് തെളിവ് വേണ്ടത്. അല്ല അസുലുൽ ഹുക്കും ജവാസല്ല. അതിനിങ്ങനെ എല്ലായിടത്തും തെളിവ് പറഞ്ഞു കൊടുക്കുക. അവിടെ നിങ്ങൾ പറയും ഞങ്ങൾ ദിക്ർ ചെല്ലുന്നുണ്ട്, ഞങ്ങളെ ഷാഫിഈ മദ്ഹബിൽ ഒരു സ്ഥലത്തും അങ്ങനെ ദിക്റെല്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തെളിയിക്കൂ. കൂട്ടത്തിൽ നിങ്ങൾ ഷാഫിഈ മദ്ഹബിൽ നിന്ന് കൊച്ചാക്കി നിങ്ങളൊക്കെ ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കാത്ത ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിച്ചത്. ഞാൻ പറയണം നിങ്ങൾ മുൻഷികൾ അംഗീകരിച്ച് നടക്കുന്ന ആൾക്കാരാണ്, മുൻഷിമാരെയാണ് നിങ്ങൾ തഖ്ലീദ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഷാഫിഈ ഇമാമിനെ തഖ്ലീദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഒറ്റ മദ്ഹബിനും തഖ്ലീദ് ചെയ്യാതെ ഒരു ഇമാമിനെ അനുസരിക്കാതെ നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെ വാദെങ്കിൽ
ഒരു റക്അത്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞെന്നാ മതി. ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറയും. മൈക്കുണ്ട്. മദ്ഹബ് പിന്തുടരാൻ പാടില്ലാന്ന് പറഞ്ഞത് നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ടിരിക്കാണ്ട് നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയും. നിങ്ങളടുത്ത് ആരാ ഇവിടെ പറഞ്ഞത് നമ്മളാരും മദ്ഹബ് നമ്മളെ പണ്ഡിതന്മാരും മദ്ഹബ് പിന്തുടരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്? നിങ്ങൾ പോയി നോക്കി. കഴിഞ്ഞ മാസം ഷേഖ് ഫൗസാന്റെ ഫത്വ തന്നെ നോക്കി. സാധാരണക്കാരനായ ആളുകൾ മദ്ഹബ് എന്തായാലും പിന്തുടരണം എന്നാണ് ഷേഖ് ഫൗസാൻ കഴിഞ്ഞ മാസത്തെ ഫത്വ ഇറക്കിയത്. അപ്പൊ നമ്മളാരും ഇവിടെ മദ്ഹബിനെ തള്ളി പറയുന്ന ആൾക്കാരല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ ഷാഫി ഇമാമിനെ നമ്മൾ തക്ലീദ് ചെയ്യുന്നില്ല. ഇപ്പം പറയും നിങ്ങൾ ഷാഫി ഇമാമിനാണ് തക്ലീദ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഷാഫി ഇമാമിനെ തക്ലീദ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യൂല. നിങ്ങൾക്ക് ഷാഫി ഇമാമിനെ തക്ലീദ് ചെയ്യില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ മദ്ഹബ് തള്ളി പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്? മദ്ഹബ് ഒരിക്കലും നമ്മൾ മദ്ഹബ് പിന്തുടരണം എന്നാണ് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഞങ്ങൾ തെളിയിച്ചരാ. ആരെയും നമ്മൾ പറഞ്ഞാല് തെളിയിച്ചരാ. നിങ്ങൾ മദ്ഹബ് തള്ളി പറഞ്ഞ് തെളിയിക്കാൻ പറ്റൂല്ലോ എന്ന് വെച്ചാൽ ആരെയും ഞങ്ങള് ഒന്ന് പറയുങ്ങള്. ഞങ്ങള് പറഞ്ഞപ്പോ തെളിയിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അത് ഞങ്ങളല്ലാതെ മറ്റൊരാളുടെ കാര്യമല്ല. ഈ ആരെയും ഞങ്ങള് നിങ്ങൾ മദ്ഹബ് തള്ളി പറഞ്ഞ് ഞങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ ആരാന്ന് പറയും? ആരായാലും വേണ്ടില്ല. എല്ലാവരും തള്ളിയത് ഇവിടെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടി വായിക്കണ്ടല്ലോ. അവിടെ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയും. നിങ്ങൾ പറഞ്ഞിട്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നമുക്ക് പൂതി ഉണ്ടാവും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആകാൻ കേട്ടാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആകാൻ നിങ്ങൾക്ക് പൂതി ഉണ്ടാവും. പക്ഷെ ആ പൂതി എല്ലാ പൂതി നടക്കാനുള്ളതല്ലോ. അതുകൊണ്ട് ഇക്കാലത്ത് പോയ എന്തായാലും അപ്പറഞ്ഞ ജമാഅത്താകാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ പറയണേ, ഷാഫിഈ മദ്ഹബ് എന്നല്ല ലോകത്തെ മദ്ഹബുകളെ മുഴുവനും തള്ളിപ്പറഞ്ഞ വഹാബികളുടെ എത്ര ഉദ്ധരണി വേണം നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞോളി. പക്ഷെ നിങ്ങൾ ഏത് വിഭാഗം വഹാബിയാണെന്ന് അത് തെളിയിക്കും. അത് പറഞ്ഞാൽ മതി. തെളിയിക്കാണെന്നല്ലോ, ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ഏത് വിഭാഗം വഹാബിയാണ്. എന്നിട്ട് ഞങ്ങൾ കുനുകുനേനെ വായിച്ചുതരാം നിങ്ങൾ മദ്ഹബ് തള്ളിപ്പറഞ്ഞത്. കേട്ടോ, എടുത്തോളി. ഹലോ, നിങ്ങൾ ഈ വഹാബി എന്നുള്ള വിളിയൊന്നും നിർത്തിക്കോളൂ കേട്ടോ. നമ്മള് നിങ്ങളെ പോലെ നമ്മൾ ആർക്കും വരെ ഇത് ചെയ്തിട്ടില്ല. മാത്രമല്ല ഏത് വിഭാഗം വഹാബിന്നോ നമ്മൾ അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആൾക്കാരാ. വഹാബി ഒന്നും നമ്മൾക്കില്ല. നമ്മളൊരു വഹാബി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ബ്ലൈൻഡായിട്ട് തക്ലീദ് ചെയ്യുന്ന ഒരാളുമല്ല. അദ്ദേഹത്തിന് അംഗീകരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തൊന്നും തെറ്റുള്ളതുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കും. പക്ഷെ നമ്മൾ മദ്ഹബ് പിന്തുടരുന്നും പറയുന്ന ആൾ തന്നെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. പോലും ഹംബലി മദ്ഹബ് പിന്തുടരുന്ന ഒരാളാണ്. എല്ലാം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും പണ്ഡിതന്മാര് കിബാർ ഉലമയിൽപ്പെട്ട നമ്മളെല്ലാ പണ്ഡിതന്മാരും എന്നും ഫത്വ പറയുന്നതാണ് മദ്ഹബിനെ തള്ളി പറയാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം മദീന യൂണിവേഴ്സിറ്റിയിലെ ചില വിദ്യാർത്ഥികൾ മദ്ഹബിനെ തള്ളി പറയലുണ്ടായിരുന്നു. പക്ഷേ അതുപോലും തെറ്റാണെന്നാണ് ഇവിടുത്തെ നമ്മളെ പണ്ഡിതന്മാര് പറഞ്ഞത്. അല്ല സുഹൃത്തെ, ഈ ഞങ്ങൾ പറയണത് പാരാ നിങ്ങൾ പറഞ്ഞില്ലല്ലോ വ്യക്തമായിട്ട്. നിങ്ങളാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഇപ്പൊ മൈക്കെടുത്ത് പറഞ്ഞത് കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനക്കാരെ വിമർശിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. കേരളത്തിലുള്ള മുജാഹിദുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരെങ്ങളും അംഗീകരിക്കുന്നു. അവര് മദ്ഹബിനെ കുറിച്ച് അവരുടെ നിലപാടെന്താ? അപ്പൊ ഈ ഞങ്ങൾ, അതാണ് ഉസ്താദ് ചോദിച്ച പ്രധാനപ്പെട്ട പോയിന്റാണത്. ഈ ഞങ്ങൾ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? അതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ സലഫികൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന എല്ലാവരും ഉൾക്കൊള്ളുന്നതാണോ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ എന്താ പറയാ തഖ്ലീദ് ചെയ്യുന്നവരാണോ? അതോ വക്കം മൗലവിയെ തഖ്ലീദ് ചെയ്യുന്നവരാണോ? അതോ റഷീദ് റിദയെ തഖ്ലീദ് ചെയ്യുന്നവരാണോ? അതോ നമ്മളെ ഇപ്പൊ അടുത്ത് മരണപ്പെട്ടു പോയ നമ്മളെ വലിയ മൊഹീദീസ് ഉണ്ടായിരുന്നില്ല വേൾഡിലെ, എന്തേന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, എന്തേന് സുഹൃത്തുക്കളെ, അയാളെ പേരും ഞാൻ മറന്നല്ലോ അടച്ചോനെ, അൽബാനിയെ തഖ്ലീദ് ചെയ്യുന്നവരാണോ? ആരാണ് എന്നുള്ളതൊന്നും നിങ്ങൾ വ്യക്തമാക്കി പറയും. നിങ്ങൾ പിന്നെ ഒരു ഫൗസാനെ പറഞ്ഞു. ഫൗസാൻ, 2 ഫൗസാനുണ്ട്. ഏത് ഫൗസാനാണെന്നുള്ളത് എനിക്കറിയില്ല. 2 ഫൗസാനുണ്ട്. അതിൽ ഏത് ഫൗസാനാണ് നിങ്ങൾ പറഞ്ഞതെന്ന് അതും അറിയില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് വ്യക്തമാക്കി പറഞ്ഞോളൂ കേട്ടാ, ഒന്ന് വ്യക്തമാക്കിക്കോളൂ. ഏതായാലും അൽഹംദുലില്ലാ. അത് ശരി, ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ തഖ്ലീദ് ചെയ്യുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ, അല്ലേ?
ഓക്കെ. ഇൻഷാ അല്ലാ കോട്ടൂർ ഉസ്താദ് തന്നെ മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും. എനിക്കൊരു 6 ചോദ്യം ചോദിക്കാണ്ട്. ആറല്ല 600 ഉണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ മറുപടി പറയും, ഒരാളുടെ കഴിഞ്ഞിട്ട് മറ്റാൾക്ക് കേട്ടാ. ഞങ്ങളിപ്പോ ഇത് 24 മണിക്കൂറും തുറന്നിരിക്കണമല്ലോ. ഇത് നിങ്ങൾക്ക് ഒരു 6 ഉള്ളൂ. 600 ഉണ്ടെങ്കിലും ഞങ്ങൾ മറുപടി പറയും ഇൻഷാ അല്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കേട്ടാ. അതല്ലേ സ്റ്റീവിന്റെ പ്രത്യേകത. തിരക്കൂട്ടരുത് മാത്രം, ക്ഷമ വേണം, സബുർ കറവത്തോടാ. ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും. അസ്സലാമലൈക്കും. ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണോ നിങ്ങൾ ഞങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്? ഞാൻ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ പണ്ഡിതന്മാരെ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അടുത്തുനിന്ന് നമ്മൾ അറിവ് നേടാണെങ്കിൽ നമ്മളെപ്പോഴും കഴിഞ്ഞതും നോക്കേണ്ടത് നമ്മൾ കിബാറുൽ ഉലമയിൽപ്പെട്ട ആൾക്കാർ. അപ്പൊ ഞാൻ കിബാറുൽ ഉലമയിൽപ്പെട്ട ആൾക്കാരെ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഉദാഹരണത്തിൽ ഷേഖ് അബ്ദുൽ അസീസ് ആലോ ഷേഖ്, പിന്നെ ഷേഖ് സാലിഹ് അൽ ഫൗസാൻ, ഷേഖ് ലുഹൈദീൻ, അങ്ങനത്തെ കുറെ നല്ല പണ്ഡിതന്മാർ. അല്ലാണ്ട് കേരളത്തിലത്തെ മുജാഹിദ് ബാലുശ്ശേരിനെ പോലുള്ള പണ്ഡിതന്മാരല്ല. നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ അയാളെ പോലുള്ള പണ്ഡിതന്മാരെ തക്ലീദ് ചെയ്യുന്നതാണോ? അയാളെ പോലുള്ള ആൾക്കാർ സലഫി ദാവത്തിനെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരാണ് അവര് കാരണമാണ് സലഫി ദാവത്തിൽ കേരളത്തിൽ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അയാളെ തക്ലീദ് ചെയ്യുന്ന ആളല്ല. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ശരി, അത് പറയട്ടകള്. അപ്പൊ നിങ്ങക്ക് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾക്ക് തക്ലീദ് ചെയ്താൽ നിങ്ങൾക്ക് പോരാ. നിങ്ങൾക്ക് തക്ലീദ് ചെയ്യണമെങ്കിൽ തലക്കൊരു ഷെയ്ഖ് വേണം. ഇനി ഒലക്കൊക്കെ ചുറ്റിട്ട മാതിരി 2 വിലക്കളും ഷെയ്ഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്ചായും ചെയ്ത് അല്ലേ? അതാണ് വിഷയം. ഇത് നിങ്ങള് 2 സൈഡിലും ഒരു ഷെയ്ഖ് ഉണ്ടെങ്കിൽ എന്തായി? വലിയ ഉഷാറായി. കിബാറാകണം എന്ന് പറഞ്ഞത് നമുക്ക് കുറച്ച് കിബർ ഉണ്ടാകണം എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം. എനിക്ക് മനസ്സിലായില്ല. കിബാറുലമ എന്ന് പറഞ്ഞാലേ എന്താ പിന്നെ അർത്ഥം നമുക്ക് പിടുത്തം കിട്ടില്ല. ഏതായാലട്ടെ, പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ തക്ലീദ് ചെയ്യേണ്ടതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ തക്ലീദ് ചെയ്യുന്ന ഞങ്ങൾക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ അബ്ദുറഹ്മാൻ സലഫിനെ തക്ലീദ് ചെയ്യണമെന്നുണ്ടോ? അല്ലുണ്ടെങ്കിൽ പറഞ്ഞാല് അബ്ദുറഹ്മാൻ സലഫിനെ തക്ലീദ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. നമ്മളങ്ങനെ ചിലരെ മാത്രം പറഞ്ഞ് മാറ്റി നിർത്തണ്ടല്ലോ. അബ്ദുറഹ്മാൻ സലഫിനെ അല്ലെങ്കിൽ നമ്മളെ കായക്കോട്ടിനെ ഇവരൊക്കെ കിബാറുൽ ഉലമയെ പെടുവോ? സുഹൃത്തെ, നമ്മളെ കായക്കൊടി അനസ് മൗലവി, നേരത്തെ നമ്മളെ മറ്റേ സംഗതി വിശദീകരിച്ച ഫൈസൽ മൗലവി, ഇതൊക്കെ കിബാറുൽ ഉലമയെ പെടുവോ? അയാളുടെ ഒരു ക്ലാസ്സും കേട്ടിട്ടില്ല എന്നാണ്. ആയിക്കോട്ടെ. എന്നാ ഞാൻ ഒരു കാര്യം, അപ്പൊ തക്ലീദ് ചെയ്യല് ക്ലാസ് കേട്ടിട്ടാണെന്ന് മനസ്സിലായി കേട്ടെ. തക്ലീദ് ചെയ്യല് ക്ലാസ് കേട്ടിട്ടാണെന്ന് മനസ്സിലായി. ക്ലാസ് കേൾക്കണോലൊക്കെ തക്ലീദ് ചെയ്യുക അല്ലേ? അതാണ് ഇപ്പൊ നിങ്ങളെ പരിപാടി. കായക്കോടിന്റെ ക്ലാസ് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് മൂപ്പരങ്ങൾക്ക് തക്ലീദ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആയിക്കോട്ടെ, തിരക്കടില്ല. നിങ്ങൾ ക്ലാസ് കുറച്ച് കൂടുതൽ കേൾക്കണം. എന്നാൽ നിങ്ങൾക്ക് കുറെ മുക്കല്ലദീങ്ങളെ കിട്ടും, ഒരുപാട് ഇമാമിങ്ങളെ കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ക്ലാസ് കേൾക്കണോലൊന്നും തക്ലീദ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏതായാലും ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ഒരു ക്ലാസ് കേട്ടിട്ട് തക്ലീദ് ചെയ്യാലോ. തിരക്കടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ആരെങ്കിലും തക്ലീദ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും തക്ലീദ് ചെയ്യുന്നുണ്ടോ? എന്റെ ഒരു ചോദ്യമാണ്. തക്ലീദും ഇല്ല. പിന്നെ നിങ്ങൾ എന്റെ ഒരു ചോദ്യം, നിങ്ങൾ ആരെങ്കിലും തക്ലീദ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അടുക്കി. ഉണ്ട്. ആരെയാണ് നിങ്ങൾ തക്ലീദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാട്ടെ. ആരെയാണ് നിങ്ങൾ തക്ലീദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാട്ടെ. ഉണ്ട് എന്ന് അയാൾ അടിച്ചുട്ടോ. അതാരെയാണെന്ന് ഒന്ന് പഠിച്ചാട്ടെ. ആരെയാണ് നിങ്ങൾ തക്ലീദ് ചെയ്യുന്നത്? ആരെയാണ് നിങ്ങൾ തക്ലീദ് ചെയ്യുന്നത്? ഇനി ഉത്തരല്ലേ? റബ്ബേ, നിങ്ങളോടാണ് ചോദിക്കണത്. നിങ്ങള് ആയിക്കോട്ടെ, നിങ്ങളെ പ്രസ്ഥാനമൊക്കെ വിട്ട് ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഓഫ് ഉസൈമീൻ എന്നോട് വന്നില്ലേ, സ്കോളേഴ്സ് അങ്ങനെ പറയല്ലേ. സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ പിടുത്തം കിട്ടൂല. ഒരാളെ പേര് പറയും. ഹംബലി മദ്ഹബ് നിങ്ങൾ ഫിഖ്ഹിൽ തക്ലീദ് ചെയ്യുന്നുണ്ടോ? എന്നാ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഹംബലി മദ്ഹബ് തക്ലീദ് ചെയ്യുന്ന നമുക്ക് നോക്കുക. നിങ്ങൾ ഹംബലി മദ്ഹബ് തക്ലീദ് ചെയ്യുന്നുണ്ടോ ഫിഖ്ഹിൽ? ഒന്നടിക്കി. നിങ്ങൾ ഹംബലി മദ്ഹബ് നിങ്ങൾ തക്ലീദ് ചെയ്യുന്നില്ല ഞാൻ തെളിയിച്ചു തരാലോ. അത് ശരി, അല്ല തമാശ. നിങ്ങൾ ഹംബലി മദ്ഹബ് തക്ലീദ് ചെയ്യണം. ആയിക്കോട്ടെ,
നിങ്ങൾ ഹംബലി മദ്ഹബ് തക്ലീദ് ചെയ്യുന്നു. ഇനിയിപ്പോ നിങ്ങളെ ആശയങ്ങൾക്ക് പറയണമെങ്കിൽ എന്തുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ ഏത് ഗ്രൂപ്പാന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ആശയങ്ങൾ തന്നെ പറയേണ്ടി വരും കേട്ടോ. നിങ്ങൾ ആശയങ്ങൾ തന്നെ വേണ്ട. ഞാനൊരു ചോദിച്ചു കേട്ടെ, നിങ്ങൾ ഹംബലി മദ്ഹബ് തക്ലീദ് ചെയ്യുന്നത് പറഞ്ഞ സ്ഥിതിക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശയമൊക്കെ ഒന്ന് കുറച്ചൊന്ന് പറഞ്ഞേക്ക്, ഞാൻ മൈക്ക് തരാം. എന്നിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരു ചോദ്യം പ്രത്യേകം ചോദിക്കുന്നതിന് ജവാബ് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ആദ്യം എനിക്കൊരു അപേക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പരിഹാസം ഒന്ന് നിർത്തണം പ്ലീസ്. നിങ്ങൾ ഈ ഗ്രൂപ്പ് ചർച്ചക്കാണോ വെച്ചത്, അതോ ആൾക്കാരെ വിളിച്ചു വെച്ച് പരിഹസിക്കാനാണോ? ഈ അതൊന്ന് നിർത്തി. പിന്നെ നിങ്ങൾ പറഞ്ഞെന്താണ് ഈ കായക്കോടീനെ ഞാൻ തക്ലീദ്, കായക്കോടി എന്ന് പറഞ്ഞ ആൾ ഒരിക്കലും ഞാൻ തക്ലീദല്ല. കാരണം അയാൾ പച്ചക്കള്ളം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഇതിൽ ക്ലിപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ കള്ളത്തരം പറഞ്ഞ ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ അവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തക്ലീദ് ചെയ്യുന്ന ആളല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് പറഞ്ഞിട്ട് തന്നെ വെറുതെ മറ്റേ ഇതാക്കാൻ നോക്കണ്ട. നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണല്ലോ, ആൾക്കാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. അല്ലാ മാഷാ അല്ലാ, മൂപ്പരിപ്പോ കുടുങ്ങി എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോ മൂപ്പര് എന്ത് ചെയ്തു, സ്ഥലം വിട്ടു. അല്ല, താഴെ പോയിട്ടുണ്ട്. സ്റ്റുഡന്റ് മേലെ വരൂ, വേറെ വരൂ. ഉത്തൈമീൻ നിങ്ങൾ മേലെ വരി, നിങ്ങളിരുന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളൊന്ന് മേലെ വരി. അദ്ദേഹത്തിന്റെ ഡോട്ട് മാറ്റി. നിങ്ങൾ മേലെ വരി കേട്ടാ. അതിന്റെ ഇടയ്ക്ക് പിന്നെ 6 ചോദിക്കാണ്ടിട്ടുണ്ടെന്നുള്ള ആളുടെ ഇത് നീക്കരുത് കേട്ടോ. അവർക്കൊക്കെ ഉള്ളൊരു കുഴപ്പം എന്താ പറഞ്ഞാലേ, ഒരാൾ ചോദിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പിന്നെ എന്ത് ചെയ്യാൻ, ആൾ കുടുങ്ങിക്കണമെന്ന് കാണുമ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം കൂടി കഴിച്ചിലാക്കാൻ വേണ്ടി മൈക്ക് ചാടാൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് പ്രിയപ്പെട്ട അഡ്മിന്മാർ ഇപ്പൊ നമ്മളെ ഈ ഉത്തൈമീൻ തന്നെ കൊടുക്കണം കേട്ടാ. അല്ല, നിങ്ങളല്ല, നിങ്ങൾ കുടുങ്ങിയിട്ടില്ല. നിങ്ങളെങ്ങനെ കുടുങ്ങോ? നിങ്ങൾ വളരെ മണിമണിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ കുടുങ്ങിയല്ല പറഞ്ഞ കേട്ടാ. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാ. അപ്പോ നിങ്ങളിപ്പോ ഏതായാലും പിന്നെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ പരിഹസിക്കണില്ല സുഹൃത്തെ. അതെന്ത് ചെയ്യണാണ്, ശ്രോതാക്കളായ ആളുകളാണ്. അപ്പൊ അവരുടേതായ എന്താ പറയാ, കേൾക്കുമ്പോ അതിനോട് ഇങ്ങനെ പ്രതികരിക്കുമല്ലോ. കയ്യും കാലും കെട്ടിടാൻ പറ്റൂലല്ലോ, അത് ഇന്റർനെറ്റ് അല്ലേ. നമുക്ക് വരെ എല്ലാരും കൂടി നിങ്ങളൊക്കെ മിണ്ടാണ്ടക്കി എന്ന് പറഞ്ഞാൽ അവരോട്ട് കേൾക്കുകയില്ല. പ്രത്യേകിച്ചും ചിലപ്പോ ഈ ചിരിയൊക്കെ വരുമ്പോ മനുഷ്യനെങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ലല്ലോ. എത്ര പിടിച്ചു നിർത്തിയാലും ചിലപ്പോ ചിരി പൊട്ടിപ്പോവും. മനസ്സിലായോ? നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾ ഇവിടെ ഉസ്താദ് പറയുന്നുണ്ടല്ലോ നിങ്ങളോട് ചോദിക്കണത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സദസ്സിനെ നമ്മൾ നോക്കിയേ വേണ്ട കേട്ടാ. അപ്പൊ നിങ്ങളിപ്പോ ഹംബലി മദ്ഹബാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിനെക്കുറിച്ചായിരുന്നു ഉസ്താദ് നിങ്ങളോട് ചോദിച്ചിരുന്നത് എന്ന്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. സദസ്സിലുള്ള ആളുകൾ മോശമായിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി മോശമായി എന്തെങ്കിലുമൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന പരമാവധി അയാൾക്കൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത്രേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പരിഗണിക്കേണ്ട. ചിരിക്കണവരാൾ ചിരിച്ചോട്ടെ, നിങ്ങളാണ് നോക്കണ്ട. നമ്മളീ വർത്താനം പറയാം. അപ്പൊ നമുക്ക് പഠിക്കാലോ കേട്ടാ. ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അല്ലാ ഉസ്താദ് മൈക്ക് എടുത്തതിന് ശേഷം സ്റ്റുഡന്റിന് തന്നെ മൈക്ക് എടുക്കുക. ഞാൻ മൈക്ക് വിട്ടു. ഉസ്താദ്, ഞാൻ മൈക്ക് എടുത്തത് എന്തിനാ വെച്ചാലേ, ഇനിയിപ്പോ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തുടങ്ങണ്ട വെച്ചിട്ട് കുറച്ച് ഇടവേള വന്നതല്ലേ. അതുകൊണ്ട് സ്റ്റുഡൻസ് പറയേണ്ടത്, നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഹംബലി മദ്ഹബാണ് അല്ലെ സുഹൃത്തെ. നിങ്ങൾ ഹംബലി മദ്ഹബാന്ന് പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഹംബലി മദ്ഹബിനെയാണ് നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഈ ഹംബലി മദ്ഹബ്, ഒരു വിഷയത്തിൽ ഹംബലി മദ്ഹബിന്റെ വീക്ഷണം ഇന്നതാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലാതെ അത് നമുക്ക് തീരുമാനമല്ലോ. ഹംബലി മദ്ഹബ് ഇന്ന വിഷയത്തിൽ, ഈ വിഷയത്തിൽ ഹംബലി മദ്ഹബ് ഇന്നതാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മതി. പണ്ഡിതന്മാർ ത്രൂന്ന്, ഏതൊക്കെ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞേ, നിങ്ങള് ഏത് പണ്ഡിതന്മാര് എവിടെ പറയണത്? അല്ലാതെ നിങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ പറ്റുമോ? ഒന്ന് തീർത്ത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേരി. നിങ്ങളൊരു വിഷയത്തിൽ ഹംബലി മദ്ഹബ് ഇന്നതാണ്. കാരണം ഹംബലി ഇമാമ് വഫാത്തായിട്ട് കാലത്രായി? ഹിജറ 241 വഫാത്തായിക്കണ് അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു. ആ അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു മദ്ഹബ എന്ന് പറഞ്ഞാല്, ആ മദ്ഹബിനെ നിങ്ങൾ ഒരു വിഷയത്തിൽ ഹംബലി മദ്ഹബ് ഇന്നതാണെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ ഷാഫി മദ്ഹബ് മനസ്സിലാക്കി എങ്ങനെ അറിയോ? ചില കിതാബുകൾ വെച്ചിട്ടാ. ചില കിതാബുകൾ വെച്ചിട്ട് ഷാഫി മദ്ഹബ് എന്താക്കും, ഞങ്ങൾ മനസ്സിലാക്കും. അത് സ്വന്തം മനസ്സിലാക്കണമല്ല, അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച ആലിമീങ്ങൾ ഞങ്ങൾക്കത് പറഞ്ഞു തരും. അപ്പൊ ആ കിതാബുകൾ നോക്കുമ്പോൾ അതിൽ കാണും ചെയ്യും. ആലിമീങ്ങൾ പറയുന്നത് കിതാബുകളിൽ കാണുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഷാഫിഈ മദ്ഹബ് നമ്മൾ മനസ്സിലാക്കാൻ അവലംബിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയാണ്. അത് അവലംബിച്ചുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബ് മനസ്സിലാക്കുക.
അപ്പോ അതുപോലെ ഈ ഹംബലി മദ്ഹബ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനെയാണ് ഏത് ഗ്രന്ഥത്തെയാണ് അവലംബിക്കുന്നത്, അല്ലെങ്കിൽ ഏത് പണ്ഡിതന്റെ ഉദ്ധരണികളെയാണ് നിങ്ങൾ അവലംബിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വളരെ നന്നായി. ഹംബലി മദ്ഹബ് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണമെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. ഹംബലി മദ്ഹബിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ എപ്രകാരമാണോ അത് മനസ്സിലാക്കി തരുന്നത്, അത് ആണ് ഞാൻ അതനുസരിച്ചിട്ടാണ് ഹംബലി മദ്ഹബ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഞാൻ ശരിക്കും കേട്ടില്ല. ഏതൊക്കെ ആലിമീങ്ങളാണോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്? എന്താണെന്ന് കേട്ടില്ല, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം വെറുതല്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറെന്തൊക്കെ ടെക്സ്റ്റ് അടിക്കുന്ന പണിയാണ് അവിടെ. അപ്പൊ അങ്ങനെ എന്നാലും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകേണ്ടി വരും. ഹംബലി മദ്ഹബ് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഹംബലി മദ്ഹബ് നിങ്ങൾക്ക് കിട്ടിയ പണ്ഡിതന്മാരിലൂടെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പണ്ഡിതന്മാര് പറഞ്ഞിരുന്ന ഹംബലി മദ്ഹബ് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? അല്ല, തിരിയേറ്റ് ചോദിക്കുകയാണ്. അതിനാ ചോദിച്ചാൽ ഏത് പണ്ഡിതന്മാര്? ഞങ്ങൾക്ക് അങ്ങനല്ല. ലോകത്ത് അറിയപ്പെട്ട ചില കിതാബുകളുണ്ട്, ഷാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പണ്ഡിതന്മാരെന്താക്കുന്നത്, ഇതാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞിരുന്നത്. ആ പറഞ്ഞെന്ന് ഈ കിതാബിലൊക്കെ കാണും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വല്ലതുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണത്. എന്തെങ്കിലും സനത് വേണ്ട വിഷയത്തിന്. അല്ലാതെ നിങ്ങൾ പറഞ്ഞിരുന്ന ഈ പണ്ഡിതന്മാര് പറഞ്ഞൊക്കെ ഹംബലി മദ്ഹബ് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടോ? ആ അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഹംബലി മദ്ഹബിന്റെ ഏത് ഗ്രന്ഥങ്ങളിലാണ് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കുക? ഹംബലി മദ്ഹബിന്റെ നിയമങ്ങൾ കണ്ടെത്താൻ ഏത് ഗ്രന്ഥങ്ങളെയാണ് നിങ്ങൾ അവലംബിക്കുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് ചുരുക്കി പറയും. നിങ്ങളിപ്പോ പറഞ്ഞു ഷാഫിഈ ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ ഷാഫിഈ മദ്ഹബ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഷാഫിഈ ഇമാമിന്റെ കിതാബുൽ ഉമ്മിലെ എല്ലാ വാചകങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അതൊന്നും പറഞ്ഞിരുന്നിട്ട് അവവാക്കി ചോദ്യം. ഹബീബ്, ഞാൻ കളിയാക്കി നിങ്ങൾ പറയരുത്. നിങ്ങളൊന്ന് തലോണ്ട് ചിന്തിക്കും, അല്ലെങ്കിൽ കാതുകൊണ്ട് കേൾക്കി. നീ ചിന്തിക്കണില്ലെങ്കിൽ എനിക്കൊരു പരാതിയില്ല, കാതുകൊണ്ട് കേൾക്കിയെങ്കിലും ചെയ്യും. ഷാഫിഈ ഇമാമിന്റെ ഗ്രന്ഥങ്ങൾ നല്ല പറഞ്ഞ ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫ എന്ന കിതാബ് ഞാൻ എടുത്തു പറഞ്ഞു. അത് ഷാഫി ഇമാമിന്റെ ഗ്രന്ഥം. എന്തെങ്കിലൊന്നും കേൾക്കാത്ത ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നുകാണ് പിന്നെ തലക്കന്ന് പിന്നെ തുടങ്ങുക. കിതാബിന്റെ പേര് ഞാൻ വ്യക്തമായി പറഞ്ഞത് ഏതാ? ഷാഫി ഇമാമിന്റെ കിതാബ് അല്ല പറഞ്ഞത്, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫയാണ് ഞാൻ പറഞ്ഞത്. സുഹൃത്തുക്കൾ, നിങ്ങളെല്ലാരും കേട്ടില്ലേ? ഷാഫിഈ മദ്ഹബ് കണ്ടെത്താൻ ഞങ്ങൾ അവലംബിക്കുന്നത് ഷാഫി ഇമാമിന്റെ കിതാബല്ല, നേരെ മറിച്ച് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫയാണ് ഞങ്ങൾ അവലംബിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചതിലുണ്ട്. എന്താ കാരണം? ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മാത്രം അഭിപ്രായമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ ഷാഫി ഇമാമിന്റെ മാത്രം അഭിപ്രായമാണെങ്കിൽ ആ ഷാഫി ഇമാമിന്റെ കിതാബ് അവലംബിക്കേണ്ടത്. ഇത് ഷാഫി ഇമാമിന്റെ മാത്രം അഭിപ്രായത്തെ അല്ല ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. അവരുടെ മദ്ഹബിന് ഒരു പ്രത്യേക റൂട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് ഷാഫി മദ്ഹബ് ഇപ്പൊ കിട്ടാൻ ഞങ്ങൾ അവലംബിക്കുന്നത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫയാണ്. ഇത് തിരിയാത്ത ആരും കൂട്ടത്തിലുണ്ടാവില്ല. നിങ്ങൾ ഷാഫി ഇമാമിന്റെ ഉമ്മിലുള്ളത് നിങ്ങൾ അംഗീകരിക്കോ ഒന്നും ചോദിക്കണ്ട. അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ മറുപടി ഉണ്ട്. അത് ഷാഫി മദ്ഹബ് ആയിക്കോളണമെന്നില്ല, ആയതുകൊണ്ട് ആകാത്തതുണ്ട്. ഇപ്പൊ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ നല്ല അതിനുള്ളിൽ കൂടി മുക്കാൻ നിൽക്കല്ലേ. നിങ്ങളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഹംബലി മദ്ഹബ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നുക്ക് നിങ്ങൾ സത്യം പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞത്, രണ്ടും ഞങ്ങൾ തീർത്ത് പറയണില്ല. പക്ഷെ ഹംബലി മദ്ഹബ് അംഗീകരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹംബലി മദ്ഹബിനെ അംഗീകരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഏതാണ്? ഷാഫിഈ മദ്ഹബിനെ അവലംബിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥം തുഹഫയാണ്. അത് ഷാഫി ഇമാമിന്റെ കിതാബല്ല, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫയാണ്. അതെങ്ങനെ അവൾക്ക് എത്തിയെന്നൊക്കെ ഇൻഷാ അല്ലാഹ് വേണേ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അതേ സ്ഥാനത്ത് ഇതുപോലെ ഒരു ഗ്രന്ഥം നിങ്ങൾക്കും ഉണ്ടാകണമല്ലോ. ഹംബലി മദ്ഹബ് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഏത് ഗ്രന്ഥത്തെയാണ് അംഗീകരിക്കുന്നത്? അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിന് ജവാബ് മാത്രം എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. മൈക്കൊടുത്തോളി. അപ്പം നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളാഹിനെയാണ് തഖ്ലീദ് ചെയ്യുന്നത്, ഷാഫി ഇമാമിനല്ല. ഇതിന് ഞങ്ങള് ഇപ്പൊ ഇനി ഞങ്ങൾ പറഞ്ഞാൽ എന്താവും അറിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോടന്നൊക്കെ വിടും. ഞങ്ങൾ ഇത്തരക്കാരെ ഞങ്ങൾ 13-ാം നമ്പർ ബസ് കണക്കാക്കി നിർത്തിയിട്ടുണ്ട്. അതിന് കയറ്റി വിടും ഞങ്ങള് കുതിരവട്ടത്തേക്കോ അല്ലെങ്കിൽ ഓളമ്പാറക്കോ.
ഇത്രയും നേരം പറഞ്ഞു തന്നില്ലേ ഉത്തൈമീനെ നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ച ചോദ്യം അതിനാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞു ഹംബലി മദ്ഹബ് ആണ് നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നത്. ശരി, ആ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യാൻ നിങ്ങൾ ഏത് ഗ്രന്ഥത്തെയാണ് ഫോളോ ചെയ്യുന്നത്, ഏത് ഗ്രന്ഥത്തെയാണ് ആസ്പദമാക്കുന്നത്? അഥവാ നിങ്ങൾ സ്കോളേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുമ്പോൾ അത് മദ്ഹബിന്റെ അഭിപ്രായം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താൻ ഏത് ഗ്രന്ഥത്തെയാണ് അവലംബിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ മതി കേട്ടാ. ഏത് ഗ്രന്ഥം നിങ്ങൾ ഇപ്പൊ ഈ പണി നിർത്താം. ഒന്നിരിക്കെ ഞങ്ങൾ ഇനി നിങ്ങൾക്ക് ടെസ്റ്റിനുള്ള ഡോട്ട് ഇടേണ്ടി വരും. ഇതാണിപ്പോ നേരത്തെ ഞാൻ ഇപ്പൊ അദ്ദേഹത്തിന് ടെസ്റ്റിനുള്ള ഡോട്ടാണ് എടുത്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മൈക്കെടുക്കണീന് അദ്ദേഹത്തിന് തടസ്സമില്ല. എന്താ കാരണം? ഉസ്താദ് ഇത്രയും വൈകിയ സമയത്ത് പോലും നാട്ടിൽ നിന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഉദ്ദേശിച്ച് സംസാരിക്കുമ്പോൾ ഉസ്താദിന്റെ സംസാരം ശ്രദ്ധിക്കാതെ അദ്ദേഹം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ടൈപ്പ് ചെയ്യാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റിനുള്ള ഡോട്ട് മാറ്റിത്തരണ്ട്. ഇപ്പൊ ഉസ്താദ് ചോദിച്ചതിന് മൈക്കെടുത്തിട്ട് മറുപടി പറയാം. വേറെ കണകുണ വഴി പറയരുത്. നേരത്തെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ആവർത്തിച്ച് ചോദ്യമുണ്ടല്ലോ, ഇതിനൊക്കെ നേരത്തെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ മറുപടി. ഞങ്ങളൊക്കെ അത് കേട്ടതുമാണ്. ഇപ്പൊ ഉസ്താദ് ചോദിച്ചതിനുള്ള മറുപടി നിങ്ങളോട് പറയും. നിങ്ങൾ ഹംബലി മദ്ഹബുകാരനാണെന്ന് അറിഞ്ഞു. ഹംബലി മദ്ഹബ് ആവുമ്പോൾ ആ ഹംബലി മദ്ഹബിനെ ഫോളോ ചെയ്യാൻ അതിന് ആധാരമാക്കാനുള്ള ഗ്രന്ഥം, ഫിഖ്ഹിന്റെ ഗ്രന്ഥം അതേതാണെന്നാ ചോദിച്ചത്. അത് മൈക്കെടുത്തോളി, പറഞ്ഞോളി. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വെച്ച് ഇങ്ങനെ നോക്കാൻ ഇതിന് ഞാനൊരു ആലിമൊന്നല്ല. ഞാൻ പറഞ്ഞ ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷെ എന്തായിരുന്നു, ഹംബലി മദ്ഹബിലെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേൾക്കും. അവര് ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരാണ്. പിന്നെ ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, അത് അങ്ങനെ അതുപോലെയുള്ള ആൾക്കാരെ പുസ്തകങ്ങളും ചിലത് വായിക്കാറുണ്ട്. അല്ല, അതിനാണ് ഉസ്താദ് ചോദിച്ചത്. ഈ പല മൗലവിമാരും ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങളെ ഉത്തൈമീനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് മദ്ഹബ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ ഏത് ഗ്രന്ഥത്തെ ആസ്പദം. നിങ്ങൾ വലിയ വിവരമുള്ള ആളായിട്ടല്ല വന്നത്. ഇപ്പോഴല്ല ഇപ്പൊ നിങ്ങൾ സാധാരണക്കാരനാന്നുള്ള ഒരു തട്ടിലേക്ക് ഒന്നുകൊണ്ട് താന്നത് അല്ലേ? ഉസ്താദുമായി നേരത്തെ സംസാരം തുടങ്ങിയപ്പോ ഒക്കെ എന്തായിരുന്നു നിങ്ങള്? ഇപ്പൊ എവിടേക്ക് പോയത് നിങ്ങളുടെ ആ ഊക്കും പിടുക്കും ഒക്കെ? ഇപ്പൊ ഗ്രന്ഥം ചോദിച്ചപ്പോ മൂപ്പർക്ക് എന്തില്ല, ഗ്രന്ഥമൊന്നുമില്ല. പിന്നെന്താണ്? ഞാൻ കിബാറുലുലമ്മ, കിബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് താടി വലുതായത് അല്ലെങ്കിൽ ഉദ്യോഗത്തിലോ പദവിയിലോ ഒക്കെ വലിയവരാണെങ്കിൽ അവര് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? തഖ്ലീദ് ചെയ്യും. കണ്ടാ, അവര് പറഞ്ഞത് കേൾക്കുക. അവരിത് ഹംബലി മദ്ഹബാന്ന് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യാ? അത് അങ്ങനെ അണ്ണാക്ക് തൊടാതെ വീഴുക. മനസ്സിലായില്ലേ? ഇപ്പൊ കുടുങ്ങിയപ്പോ മൂപ്പര് പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനാണ്. എന്നാ പിന്നെ ഈ പണിക്ക് കണ്ടിരുന്നോ? സാധാരണക്കാരന്റെ റോളിൽ നിന്നാ പോരായിരുന്നോ? നിങ്ങൾ ആരോടാ സംസാരിച്ചിരുന്നത്? കോട്ടൂർ ഉസ്താദൊക്കെ സഖാഫി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ആരാണിപ്പത്? ഏതായാലും ഉസ്താദ് മൈക്കെടുത്തോളൂ. ഞാൻ മൈക്ക് വിട്ടു. കോട്ടൂർ ഉസ്താദ് മൈക്കെടുത്തോളൂ. ഇപ്പൊ അദ്ദേഹത്തിന് കിതാബ് അറിയാനില്ല. അതന്നെ കുബാറാണ്, കിബാറല്ല. ആ കിബാറിന്റെ വലുപ്പൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടാ. മനസ്സിലായില്ലേ? ആ കിബാറിന്റെ വലുപ്പൊക്കെ ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരറിയാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ അവിടെയുള്ള കിബാറൊക്കെ ആരാണ് എന്താണെന്നുള്ളതും. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. കോട്ടൂർ ഉസ്താദ് മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉസ്താദ്, എനിക്ക് മനസ്സിലായത് എന്താ അറിയോ? എനിക്ക് മനസ്സിലായതേ, മൂപ്പര് സത്യത്തില് പെരൂര് കുടുക്കുടിയിന്. കാരണം ഒരു മദ്ഹബും അംഗീകരിക്കൂല എന്ന് പറഞ്ഞാല് ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പറഞ്ഞപ്പോ അത് വല്ലാത്തൊരു കുടുക്കാനുള്ളത്. കാരണം ഒരു വിഷയവും മദ്ഹബ് ദീനിൽ കണ്ടെത്തുന്നതിന് മദ്ഹബുകളുടെ സഹായം വേണ്ട, ഖുർആനും സുന്നത്തും നേരിട്ട് കണ്ടെത്താൻ സാധിക്കുന്ന വാദിക്കുന്ന ആളുകളാണ് വഹാബികൾ. ആ വഹാബികളോടാണ് ചോദിക്കുന്നത്, ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ കേസോ പലിശന്റെ വിഷയോ ബാങ്കുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളോ ഇൻഷുറൻസിന്റെ കാര്യം നല്ല ചോദിക്കണം. നിക്കാരത്തിന്റെ കാര്യം നമ്മൾ ഏറ്റവും ചെറുപ്പത്തിൽ ആദ്യം തുടങ്ങിയ പണി, അവസാനം വരെ നിലനിർത്തുന്ന പണി, ദിവസവും ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചെയ്യുന്ന പണി, ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന പണി,
അങ്ങനെയുള്ള ഒരു പണിയാണല്ലോ നിസ്കാരം. ഈ നിസ്കാരം ഒരു റക്അത്ത് മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാതെ സ്വന്തമായ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയിട്ട് നിർവഹിക്കാൻ കഴിയൂല എന്ന് വന്നാൽ പിന്നെ വഹാബിയുടെ അവകാശവാദം തനി പൊള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ആർക്കും ഉണ്ടാവില്ല. കാരണം വഹാബി എന്താ പറഞ്ഞത്? ഞങ്ങൾ മദ്ഹബ് സ്വീകരിക്കേ. ഇതിനാ മദ്ഹബൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ടാകും. എന്തിനാ വേറുള്ള ആൾക്കാരെ മദ്ഹബിന്റെ ആവശ്യം? അതൊക്കെ പാളക്കിതാബല്ലേ എന്ന് പറഞ്ഞ് തള്ളിയിടുന്ന മൗലവിമാര് ഒരു റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ നിങ്ങൾക്ക് മദ്ഹബിനെ സ്വീകരിക്കാതെ പണ്ഡിതന്മാരെ സ്വീകരിക്കാതെ സാധിക്കൂല എന്നുള്ള വെല്ലുവിളിയുടെ മുമ്പിൽ മുട്ടുമടക്കുകയാണ് ചെയ്യുന്നത്. ആ കുടുക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കൂല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് സത്യത്തിൽ ഇയാൾ ഞാൻ ഹംബലി മദ്ഹബ എന്ന് പറഞ്ഞ രംഗത്ത് വന്നത്. ഇതിന്റെ ഒരു അനുമാനം പറയല്ല, ഞാൻ ഈ പറഞ്ഞ ഒരു കാരണം കൂടി മുന്നോട്ട് വെക്കട്ടെ. അതിന്റെ കാരണം എന്താ വെച്ചാൽ അല്പസമയത്തിന്റെ മുമ്പ് ഞാൻ ഹംബലി മദ്ഹബുകാരനാണ് എന്ന് വാദിക്കുന്നതിന്റെ മുമ്പ് ഇയാളെ നമ്മൾ ഒരു കളിയാക്കലിലേക്ക്, നിങ്ങളൊക്കെ ഷാഫി മദ്ഹബുകാരല്ലേ? നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? അല്ലേ? നിങ്ങളൊക്കെ ഷാഫി മദ്ഹബുകാരല്ലേ? ഖുർആനും സുന്നത്തൊന്നല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഷാഫി മദ്ഹബല്ലേ വേണ്ടത് എന്ന് ഇയാൾ ചോദിച്ചിരുന്നല്ലോ. ഇയാള് ഹംബലി മദ്ഹബ് പറഞ്ഞ മറ്റൊരു മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ പിന്നെ ഇയാൾ ഷാഫി മദ്ഹബ് അംഗീകരിക്കണം, നമ്മളെ കളിയാക്കണതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ ഇയാൾ മദ്ഹബ് അംഗീകരിക്കുന്നു എന്ന് പിന്നെ നിസ്കരിക്കാൻ ഒരു റക്അത്ത് മദ്ഹബില്ലാതെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം ചെന്നപ്പോ കുടുങ്ങിയതാണ്. അതുകൊണ്ട് ഉത്തൈമീന്റെ ശിഷ്യനായാലും വേണ്ടില്ല, ഇനി കേരളത്തിലെ ശിഷ്യന്മാരായാലും വേണ്ടില്ല, ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. മാത്രമല്ല STV ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്, മദ്ഹബിനെ കുതിര കയറാൻ ഏത് മൗലവി വന്നാലും മദ്ഹബ് നോക്കാതെ ഖുർആനും സുന്നത്തും നോക്കി ഒരു റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ. ഖുർആനും സുന്നത്തും നോക്കി ഒരു റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് സാധിക്കൂല. പിന്നെ നിങ്ങൾ ഹംബലി മദ്ഹബ് എന്തിനാ പറഞ്ഞത്? രക്ഷപ്പെടാൻ പറഞ്ഞത്. അതാരേ പറഞ്ഞു? അല്ലേ, നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞതാണോ? എന്നാൽ ഹംബലി മദ്ഹബ് നിങ്ങൾ എവിടുന്ന് മനസ്സിലാക്കുന്നു എന്നതിന്റെ സ്രോതസ്സെങ്കിലും നിങ്ങൾക്ക് പറയാൻ കിട്ടണം. അതിന്റെ സ്രോതസ് നിങ്ങൾക്ക് പറയാൻ കിട്ടണം. നിങ്ങൾ പറയും ഹംബലി, ഞങ്ങൾ പറഞ്ഞു ഷാഫി മദ്ഹബ് ഞങ്ങൾ എവിടുന്ന മനസ്സിലാക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇബ്നു ഹൈതമി തമ്മിൽ തിരിച്ചറിയില്ല. അത് പോട്ടെ, ഞങ്ങൾ വിട്ട്. അപ്പൊ ഞങ്ങൾ ഷാഫി മദ്ഹബ് മനസ്സിലാക്കുന്നത് ഇന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഹംബലി മദ്ഹബ് മനസ്സിലാക്കണ എവിടുന്ന? ഇന്ന ഗ്രന്ഥത്തിൽ നിന്നാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കൂല. പറഞ്ഞ ഞങ്ങൾ കൊടുക്കും. അത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഈ അറിയണത്. മനസ്സിലാക്കി? ഇന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഹംബലി മദ്ഹബ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കൂല. കാരണം ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാർ സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിതാബ് പറയാൻ പേടി. നിങ്ങൾക്ക് തിരിഞ്ഞോ? ഹംബലി മദ്ഹബ് പറഞ്ഞോ സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാരാ. അവര് സുന്നത്തിയമായത്തിന്റെ ആശയങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ മദ്ഹബ് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോ കേരളത്തിലെ സുന്നി അടിക്കണ പല കാര്യങ്ങളും ഹംബലി മദ്ഹബിലെ പറഞ്ഞത് കാണാം. നിങ്ങൾ കൊടും തെറ്റാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിതാബ് പറയാത്തത് ഇതൊക്കെ ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ തട്ടിപ്പൊന്നും തൽക്കാലം നടക്കൂല. നിങ്ങൾ ഹംബലി മദ്ഹബുകാരനാണ് എന്ന് വാദിക്കുന്ന പക്ഷം ഹംബലി മദ്ഹബ് മനസ്സിലാക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ മുഴുത്തമത്, നിങ്ങളുടെ അവലംബം എന്താണ്, അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അതായത് വെറുതെ ഹംബലി മദ്ഹബാകല അല്ല. നിങ്ങളെ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിച്ചിട്ട് ഓല് പറഞ്ഞിരുന്നോ ഹംബലി മദ്ഹബായി വെച്ചിരിക്കല? ആണോ? നിങ്ങളെ ഉസൈമീനോട് ചോദിക്കുക, വേറുള്ള ആൾക്കാരോട് ചോദിക്കുക, ആലു ഷെയ്ഖിനോട് ചോദിക്കുക. ഓലൊക്കെ പറഞ്ഞ മറുപടി ഹംബലി മദ്ഹബാണെന്ന് ആര് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സുഖമുള്ളൂ, ഞങ്ങൾക്ക് മൗലവിമാരോട് ചോദിച്ചാൽ മതി, ഒരു മദ്ഹബും വേണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് മദ്ഹബ് അവിടെ ഹംബലി മദ്ഹബിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടുന്നാണ്. പിന്നെ കേരളത്തിൽ ഹംബലി മദ്ഹബ് ഉണ്ടോ എന്നാണ് ചില ആൾക്കാരുടെ ചോദ്യം. അത് വേറൊന്ന്. അതെന്താ പറയുക, നിങ്ങള് ഈ മനുഷ്യന്മാര് കേരളത്തിലെ ഷാഫി മദ്ഹബ് ഒന്നും ചിലർക്ക് പറ്റൂല. പിന്നെന്തേ? ഗൾഫിക്കാണ്ട് പോയാൽ അവിടെയുള്ള മദ്ഹബ് ഓൽക്ക് പറ്റും ചെയ്യും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാല് കേരളത്തിലെ മദ്ഹബിന് രൂപന്റെ വിലല്ലേ ഉണ്ടാവുള്ളൂ. ഗൾഫിലെ മദ്ഹബിന് റിയാലിന്റെ വില എന്തായാലും ഉണ്ടാവുമല്ലോ. അത് രൂപമൊക്കെ എത്തൂല്ലോ എന്തായാലും. അതാണ് അതിന്റെ ഗുണം. അത് വേറൊന്നാണ് കേട്ടോ. അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഹംബലി മദ്ഹബ് ആണെങ്കിൽ നിങ്ങൾ ഹംബലി മദ്ഹബ് മനസ്സിലാക്കുന്നത് ഏത് കിതാബിൽ നിന്നാണെന്ന് ധൈര്യത്തിൽ കൊണ്ട് പറഞ്ഞോ. ഞങ്ങളൊന്ന് കേൾക്കട്ടെ. മൈക്കൂ. അസ്സലാമു അലൈക്കും. നിങ്ങളെന്തായാലും പറഞ്ഞ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. നിങ്ങളടുത്ത് ചോദിച്ച ചോദ്യങ്ങൾ മാറ്റി എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദ്യം ചോദിച്ച് വിഷയം മാറ്റി. എന്തായാലും അൽഹംദുലില്ലാ നിങ്ങൾ കുടുങ്ങി. നിങ്ങൾക്കൊരു ഗ്രന്ഥത്തിന്റെ ഹംബലി മദ്ഹബാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഹംബലി മദ്ഹബിൽ നിങ്ങൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് പറയാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. എന്താണെന്നറിയോ?
നിങ്ങളെ ഈ കുരുട്ടു ചോദ്യമായിട്ട് വന്നിട്ട് SGB ഒന്ന് തകർത്താം എന്ന് കരുതി പറഞ്ഞയച്ച നിങ്ങളെ വമ്പന്മാരുണ്ടല്ലോ, അവരിവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായി നിങ്ങൾ കുടുങ്ങാണെന്ന്. സ്റ്റുഡന്റ് കുടുങ്ങാണെന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു? തന്തസലഫി വന്ന ഒരു 6 ചോദ്യം ചോദിക്കാനുണ്ട്. മനസ്സിലായോ? എന്നാ നിങ്ങളെ രക്ഷപ്പെടുത്താണ്. പക്ഷെ നടക്കൂല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ ഹംബലി മദ്ഹബിന് അവലംബമാക്കുന്ന ഗ്രന്ഥം ഏതാണ്? അത് കേട്ട് പറയും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചോദ്യം മനസ്സിലായിക്കളില്ലേ? എല്ലാവർക്കും ചോദ്യം മനസ്സിലായിക്കളില്ലേ ശ്രോതാക്കൾക്ക്? ഇല്ലേ? ഉസ്താദിന്റെ കൂട്ടൂർ ഉസ്താദിന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായിക്കളില്ലേ? കണ്ടോ? ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നു എന്ന് പറയുന്ന ഈ സ്റ്റുഡന്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ മദ്ഹബിനെ മുഅ്തമദായ ഒരു കിതാബിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. കണ്ടാ? എന്നിട്ടാണ് എന്ത് ഈ പറയുന്നത്? അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ തടിയെടുക്കാനുള്ള ഒരു അടവായിരുന്നു. പക്ഷേ സ്റ്റുഡന്റ് മനസ്സിലാക്കണം, ഇതിൽ സാക്ഷാൽ കേരളത്തിലെ മൂർഖൻ വഹാബികളുടെ നേതാവായ അബ്ദുറഹ്മാൻ സലഫി വരെ വന്നിട്ട് സ്ട്രക്ചറിൽ ബാക്കിയുള്ള മുജാഹിദീങ്ങൾ താങ്ങിക്കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. അതാണ് SGB കേട്ടാ. AK മന എന്ന ഐഡിയിൽ SGBയെ ഒന്നെന്ത് ചെയ്യാ, മൂലക്കലിരുത്ത, ഇതിലുള്ള ഉസ്താദുമാരെയും പ്രവർത്തകരെയൊക്കെ ഒന്നെന്ത് ചെയ്യുക, ഒരു പാഠം പഠിപ്പിക്കുക എന്ന ഹുങ്കോടെ വന്നിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന മറ്റു മുജാഹിദുകൾ അയാളെ സ്ട്രക്ചറിൽ താങ്ങിയെടുത്ത് ഈ റൂമിൽ നിന്ന് കൊണ്ടുപോയ അനുഭവമുള്ളതാണ് SGB. അതുകൊണ്ട് തന്നെ SGBയെ ഒന്ന് തകർക്കണമെന്ന് എല്ലാ വിഭാഗം പുത്തനാശയക്കാരും കള്ളത്തരീക്കത്തുകാരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ മഹാനായിരുന്ന പണ്ഡിതൻ EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് തുടങ്ങിയ ഈ SGB, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്നും ഉയർത്തിപ്പിടിക്കുകയും അതിനെതിരെയുള്ള എല്ലാത്തരം പുത്തനാശയങ്ങളെയും ഇടിച്ച് തരിപ്പണമാക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിന്റെ തൗഫീഖോടെ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് എന്ന് കരുതി, അല്ലെങ്കിൽ സുന്നികളുടെ ആശയം പോക്കാണെന്ന് വരുത്തി തീർക്കാൻ എന്ന് കരുതി നിങ്ങളെ പറഞ്ഞയച്ച നിങ്ങളുടെ അപ്പോസ്തലന്മാരോട് ഉണ്ടല്ലോ, അവരോട് ചെന്ന് ചോദിച്ചിട്ട് പിന്നെ വരൂ, എന്ത് ഹംബലി മദ്ഹബിനെ മുഅ്തമദായ കിതാബ് ഏതാണ് കേട്ടാ. അല്ലെങ്കിൽ അതിപ്പോ പറഞ്ഞോളൂ. അൽഹംദുലില്ലാ പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ മൈക്ക് കൂട്ടും. അൽഹംദുലില്ലാ പറയുന്ന അടുത്ത് അൽഹംദുലില്ലാ നമ്മൾ പറയും. അത് പറഞ്ഞിട്ട് നിങ്ങൾ ജോബിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ഇതിവിടെ പൊളിഞ്ഞിരിക്കുകയാണ്, നിങ്ങളിപ്പോ കുടുങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞ ഷാഫി ഇമാമും നമ്മൾ പറയുന്ന പല കാര്യത്തിലും നമുക്ക് എതിർപ്പുണ്ട്. നമ്മൾ അംഗീകരിക്കുന്ന അല്ല, അതിവിടെ കേട്ടിക്കണം, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടാ. കോട്ടൂർ ഉസ്താദ് ഇവിടെ വിശദീകരിച്ച് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോഴും മൈക്കെടുത്തിട്ട് ഹംബലി മദ്ഹബുകാരനാണ്, അതിനെ തഖ്ലീദ് ചെയ്യുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് ഹംബലി മദ്ഹബിലെ മുഅ്തമദായ ഗ്രന്ഥം, ഫിഖ്ഹിന്റെ ഗ്രന്ഥം ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതിലേറെ നാണക്കേട്, ഇതിലേറെ വഷളത്തരം മറ്റെന്തുണ്ട് സ്റ്റുഡന്റ്? മനസ്സിലായോ? അതിവിടെ എന്ത് ചെയ്യുന്നു? സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായില്ലേ? ഇയാള് വലിയ വിഷയറ്റാ വന്നിരുന്നത്. വന്ന് അപ്പുണ്ടായിരുന്ന ആ മീശ വിരിച്ച സംസാരമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അവസാനം ഇയാളിപ്പോ ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞ അയാളെ നാവുകൊണ്ട് പറഞ്ഞങ്ങൾ കേട്ടോ. ലാസ്റ്റിക്ക് എത്തിയപ്പോള് കുടുങ്ങാന്ന് കണ്ടപ്പോള് തടിയെടുക്കാൻ വേണ്ടിയിട്ട് മൂപ്പരൊന്ന് താഴേക്ക് ചവിട്ടിയിട്ട് കാലൊക്കെ പുറകോട്ട് വെച്ചിട്ട് ഞാൻ ഒരു സാധാരണക്കാരനാണ്. കണ്ടില്ലേ? അതാണ് മോനെ SGB കേട്ടാ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, അതിന്റെ ക്ലാരിറ്റി, അതിന്റെ അടിത്തറ, അത് ഭദ്രമാണ് കേട്ടാ. ഏത് തരത്തിലുള്ള പുത്തനാശയക്കാർ വന്നാലും ഈ ആശയത്തെ തകർക്കാൻ, അത് തെറ്റാണ്, അത് ശരിയല്ല,
ആ റൂട്ട് ശരിയല്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ഉമ്മ പെറ്റ മകനും സാധ്യമല്ല. അത് പഠിച്ചോളൂ കേട്ടാ. നിങ്ങളോട് ഏറ്റവും ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഉസ്താദ്, ഹംബലി മദ്ഹബിലെ മുഅ്തമദായ ഫിഖ്ഹിന്റെ കിതാബ് ഏതാണ്? ഇനി അത് പഠിച്ചിട്ട് വന്നാൽ മതി കേട്ടാ ചോദ്യം ചോദിക്കാൻ. വേറെ വടായില്ല. ആ കിതാബിന്റെ പേര് പറയാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത് ഹംബലി മദ്ഹബാണെന്ന് മനസ്സിലാക്കുക? നിങ്ങളുടെ ഗുരുനാഥന്മാരായി നിങ്ങൾ പറയുന്ന വ്യത്യസ്തരായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലരും പലതും പറയുന്നു. അതൊക്കെ ഹംബലി മദ്ഹബാണെന്ന് ഈ മൗലവിമാരെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുക എന്നല്ലാതെ, അഥവാ അവരെ പൂർണ്ണമായി തക്ലീദ് ചെയ്യുക എന്നല്ലാതെ, അവർ പറഞ്ഞത് മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായമാണോ അതാണോ ഹംബലി മദ്ഹബ് എന്ന് പരിശോധിക്കാനുള്ള ഒരു മാർഗം പോലും നിങ്ങളുടെ മുമ്പിലില്ല. അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്നവർ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് എന്നെപ്പോലുള്ള ഇതിലുള്ള സാധാരണക്കാർക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് തൽക്കാലം നിങ്ങളോട് പറയാനുള്ളത്. മൈക്കെടുത്താൽ കിതാബിന്റെ പേര് പറയാ, ഇല്ലെങ്കിൽ പഠിച്ചിട്ട് വരിക. രണ്ടാലൊന്ന്. ഞാൻ മൈക്ക് വിട്ടു. കിതാബിന്റെ പേര് അറിയാച്ച ഒന്നല്ല, കിതാബിന്റെ പേരുകളൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കിതാബ് നോക്കിയിട്ടല്ല ഞാൻ അംഗീകരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് കിതാബുകൾ അങ്ങനെ കുറെ ഉണ്ട്. മുഖ്തസർ അൽ ഖിറാഖ, അൽ ഇസ്തിസ്ഹാബ്, അങ്ങനെ കുറെ അമ്പലി ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നോക്കാൻ ഞാനൊരു ആലിമല്ല. അത് ആ പുസ്തകങ്ങൾ വെച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആലിമല്ല. ഞാൻ ആലിമീങ്ങളാ. ഇയാളെ ഏത് ബസ്സിനാ കയറ്റി വിടണ്ടെന്നുള്ള ഉസ്താദ് മൈക്കെടുത്ത് പറഞ്ഞാൽ മതി കേട്ടാ. മനസ്സിലായോ? അതിപ്പോ ചോദ്യം ചോദിക്കാൻ വിട്ടവരാരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഏതെങ്കിലുമൊക്കെ ബുക്കുകളെ പേര് ഇവരെ മൗലവിമാരെ എഴുതിയേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് കോട്ടു ഉസ്താദിനെ മൈക്കെടുത്തോളൂ. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല, ഇവിടെ 1:45 ഉസ്താദേ. ഇനിയിപ്പം മൈക്കിൽ തുടരുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? മൂപ്പര് കുറച്ച് കിതാബിന്റെ പേരൊക്കെ പറഞ്ഞ കിതാബിന്റെ ഓദർ മൂപ്പർക്ക് അറിയുന്നാവും. അപ്പോ ഞാൻ ആ കിതാബൊന്നും നോക്കി മനസ്സിലാക്കില്ല. ഞാന് ആ പറഞ്ഞ ആൾക്കാരെ കേട്ടിട്ട് അതുകൊണ്ട് സ്വീകരിക്കുക. എന്നാ പിന്നെ നിങ്ങൾ ഹംബലി മദ്ഹബ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഉസൈമീൻ മദ്ഹബ എന്ന് പറഞ്ഞോളൂ. കുറച്ചുകൂടി ഫിറ്റ് ആവും. അത് ഞാൻ കാര്യം പറഞ്ഞതാ. കാരണം നിങ്ങളോട് ഉസൈമീൻ, ഒരു ഉദാഹരണം പറയാണ്, നിങ്ങളോട് ഉസൈമീനോ വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരൊക്കെയാണ് ഇത് പറഞ്ഞിരുന്നതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലത് ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞാൽ തെറ്റാവും. ഉസൈമീൻ മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താവും? അത് ചിലപ്പോ ശരിയാവും. അതേപോലെ വേറെ ഏതെങ്കിലും നിങ്ങൾ നേരത്തെ 1-2 പേര് ഇവിടെ കിബാറുൽ ഉലമന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിരുന്നല്ലോ. ആ കിബാറുൽ ഉലമന്റെ പേരെടുത്തിട്ട് എന്താ ഓല മദ്ഹബ് എന്ന് പറയാന്നല്ലാതെ ഹംബലിയിലേക്ക് അത് ചേർത്തി പറയണമെങ്കിൽ അതിന്റെ സ്രോതസ് ഏതാണെന്നും കൂടി മനസ്സിലാകാത്ത നിങ്ങൾക്ക് എന്ത് ഹംബലി മദ്ഹബ് ഒന്നാണ് കേട്ടോ. അത് നിങ്ങൾ ഈ മദ്ഹബ് ചാർത്തി പറയാനുള്ള കാരണം എന്താ പറയുക? നിങ്ങള് അതാണ് രസം. ഏത് നിങ്ങളെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു റക്അത്ത് നിസ്കരിക്കാൻ കൂടി മദ്ഹബ് ഇല്ലാതെ കയ്യൂലക്കളെ. ഇത് വെറുതെ പറയല്ല കേട്ടോ. എത്ര കാലമായി ഞങ്ങൾ ഇത് ഇവിടുന്ന് പറയാൻ വേണ്ടിട്ട്, ഒരു റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? മദ്ഹബ് വേണം. പിന്നെ കേരളത്തിലെ മുജാഹിദിന്റെ മദ്ഹബ് ഭയങ്കര രസാ. കേരളത്തിലെ മുജാഹിദിന്റെ മദ്ഹബ് ഭയങ്കര രസാ. ഏതായാലും തുടങ്ങിയില്ല ചർച്ച. കേൾക്കണോട് കേട്ടോട്ടെ, ഞാൻ കൂടി വായിച്ചുതരാം. ഉമർ മൗലവി സൽസബിയിൽ എഴുതിയ കേട്ടോ കേട്ടോ. ഈ മദ്ഹബുകൾ മൂലവും ഫിഖ്ഹിന്റെ കിതാബുകൾ മൂലവും ഇസ്ലാം മതത്തിന് നേരിട്ട മുസീബത്തുകൾ വമ്പിച്ചതാകുന്നു. കേൾക്കണ്ടോ? മദ്ഹബുകൾ മൂലവും ഫിഖ്ഹിന്റെ കിതാബുകൾ മൂലവും ഇസ്ലാം മതത്തിന് നേരിട്ട മുസീബത്തുകൾ വമ്പിച്ചതാകുന്നു. സൽസബീല് 1972 സെപ്റ്റംബർ മാസത്തെ സൽസബീല്. കേൾക്കണ്ടോ? ഉമർ മൗലവി അങ്ങനെയാണ് എഴുതിയത്. ഇപ്പൊ നമ്മളെ മൗലവിമാരെ അത് കേട്ടിട്ട് പറയണ്. ഇപ്പൊ നിലവിലുള്ള മൗലവിമാരെ ഞങ്ങൾ സ്വന്തമായിട്ട് ഒന്നും പറയില്ല. മദ്ഹബിനെ ഏതായാലും സ്വീകരിക്കൂല, കാരണം അത് വലിയ മുസീബത്താണ്. മദ്ഹബിനെ ഏതായാലും സ്വീകരിക്കൂല, അത് വലിയ മുസീബത്താണ്. എന്നാലോ ഞങ്ങൾ സ്വന്തമായിട്ട് ഒന്നും പറയില്ല. കേട്ടോളി. അവര് പറഞ്ഞത് ഖുർആനും നബിചര്യവും നേർക്ക് നേർ പ്രബോധം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. സ്വന്തമായി മുജാഹിദ് പ്രസ്ഥാനം ഒന്നും പറയുന്നില്ല.
ഖുർആനും നബിചര്യയും നേർക്കുനേർ പ്രബോധനം നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അൽമനാർ 2009 ഡിസംബർ. കേട്ടോ, സ്വന്തമായി ഒന്നും ചെയ്യണില്ല. എന്നാ ഞാൻ കേട്ടോളി, സ്വന്തമായി പറയണത് കേട്ടോളൂ കേട്ടോ. സ്വന്തമായി പറഞ്ഞത് കേട്ടോളി. അതാ കേട്ടോളി. ഷംസുദ്ദീൻ പാലത്തുമായിട്ടുള്ള ഒരു അഭിമുഖം, സലഫി പ്രസ്ഥാനം വിമർശനങ്ങളും മറുപടി എന്നുള്ള പുസ്തകത്തിൽ സക്കരിയ സലായി എഴുതിയതാ. കേട്ടോളി. ഷംസുദ്ദീൻ, കഴിഞ്ഞ തലമുറയിലോ മറ്റോ ജീവിച്ച ഒരാളുടെ കരീൻ അയാളിൽ നിന്ന് വേർപെടുകയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ കയറി മരിച്ചുപോയ ആളുടെ സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തേക്കാമെന്ന് നിങ്ങൾ, അതായത് ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉത്തരം ഉണ്ട് കേട്ടോ. പക്ഷേ അതും എന്റെ സ്വന്തമായ ഗവേഷണമായിരുന്നില്ല. ഡോക്ടർ ഉസ്മാൻ സാഹിബ് സെൽസബീലിൽ ജിന്നും പിശാചും എന്ന വിഷയത്തിൽ എഴുതിയ പഠനാർഹമായ ഒരു ലേഖന പരമ്പരയിലുണ്ടായിരുന്നു. അതിൽ കരീരിനെ കുറിച്ച് അദ്ദേഹം എഴുതിയതിൽ നിന്നാണ് പ്രേതബാധ എന്ന് ചിലർ പറയുന്ന ഈ പൈശാചിക ഉപദ്രവത്തെ ഞാൻ വിശദീകരിച്ചത്. പക്ഷേ ഖുർആന്റെയും സഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പ്രേതബാധ ഇപ്പറഞ്ഞത് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് തെളിവില്ലെങ്കിലും ഡോക്ടറുടെ നിഗമനം പാടെ തെറ്റാണെന്ന് പറയാനും കഴിയില്ല. അപ്പൊ ഏതാ മദ്ഹബ്? ഇത് മദ്ഹബ് ഉസ്മാൻ ഡോക്ടറെ. കേട്ടാ, ഖുർആനും സുന്നത്തും അല്ല. ഖുർആനും സുന്നത്തിലും തെളിവില്ലാതെയാണ് ഉസ്മാൻ ഡോക്ടറെ തഖ്ലീദ് ചെയ്ത് പറയുന്നത്. ഇത് കേട്ടോ. പ്രേതബാധന്റെ വിഷയത്തിലെ ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞത് ആരുടെ ലേഖന? ഡോക്ടർ ഉസ്മാന്റെ ലേഖനം. കേട്ടോ, എന്നാ നീ കേട്ടോ. ഇവിടെ ഖുർആനും സുന്നത്തിലൊന്നും തെളിവില്ലായിട്ട് തന്നെ ഉസ്മാന്റെ ലേഖനത്തെ എന്താക്കാണ്? അങ്ങനെ തന്നെ സ്വീകരിക്കുകയാണ്. എന്നാ നീ ഇതേ മൗലവി കേട്ടോ, ഖുർആനും സുന്നത്തിലും തെളിവില്ല ഞാൻ ഇബ്നു തൈമിയ്യനെ തഖ്ലീദ് ചെയ്യുന്നത് കേട്ടോ. ജിന്നുകളെ നാം അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചതിന്റെ പ്രതികാരമെന്നോണം അവർ നമ്മെ തിരിച്ചും ഉപദ്രവിക്കാമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണിത് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതാ പറഞ്ഞു. പക്ഷേ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ തെളിവില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ അത് തിരുത്തിയിട്ടുണ്ട്. തെളിവിന്റെ അഭാവത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഈ നിഗമനത്തെ പരിഗണിക്കേണ്ടതില്ല എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് തെളിവിന്റെ അഭാവത്തിൽ ഞാൻ തെളിവില്ലാത്തത് കൊണ്ട് തള്ളി. അതേ ശംസുദ്ദീൻ പാലത്ത് തന്നെ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടർ ഉസ്മാൻ പറഞ്ഞത് തള്ളിയിട്ടില്ല. ഇതാണ് മുജാഹിദ് കേട്ടോ. പഴയകാല പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ ആണെങ്കിലും തള്ളിയിരിക്കണം. പക്ഷെ ഡോക്ടർ ഉസ്മാൻ മുജാഹിദ് നേതാവായതുകൊണ്ട് മൂപ്പരെന്താക്കിയില്ല, തള്ളിയിട്ടില്ല. അപ്പൊ മുജാഹിദുകളുടെ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഷാഫി ഇമാമിനെ തള്ളും, പഴയകാല ഇമാമിയങ്ങളെ തള്ളും. പക്ഷെ ഉമർ മൗലവിനെ തള്ളാൻ പറ്റൂല, ഡോക്ടർ ഉസ്മാനെ തള്ളാൻ പറ്റൂല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് മുൻഷി തഖ്ലീദ്. അതാണ് സത്യത്തിൽ ഇവിടെയൊക്കെ നടക്കുന്നത്, മുൻഷി തഖ്ലീദ്. കേട്ടാ, നമ്മളെ സ്റ്റുഡൻസ് അദ്ദേഹം ഇപ്പോ തഖ്ലീദ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. ആരെ തഖ്ലീദ് ചെയ്യുന്നത്? മൂപ്പർക്ക് തന്നെ പിടുത്തല്ല. ഹംബലി മദ്ഹബ് എന്നൊക്കെ പറഞ്ഞേക്കണേ കേട്ടോ. അതുകൊണ്ട് വെറുതെ ആജാദി പണിക്കൊന്നും നിൽക്കണ്ട. ഹംബലി മദ്ഹബ് നിങ്ങൾ തഖ്ലീദ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹംബലി മദ്ഹബിന്റെ മുഴുത്തമതായ കിതാബ് ഏതാ നിങ്ങൾക്ക് അറിയില്ല. പോട്ടെ, ഞാൻ പറഞ്ഞത് ഏതാ കിതാബ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഏതാ കിതാബ്? ഹംബലി മദ്ഹബിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരുടെ കിതാബ് നിരത്തി വെച്ചിട്ടൊന്ന് പരിശോധന നടത്തേണ്ടങ്ങള് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗളയിൽ സിയാറത്തിന് പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിച്ച് ശഫാഅത്ത് തേടണമെന്ന് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ടും അതിനെ തെളിവാക്കിക്കൊണ്ടും ആ ആയത്ത് ഓതിക്കൊണ്ടും ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ തെളിയിച്ചു തരാം. അത് കേൾക്കണം. ഇത് മുഴുത്തമതായി ഗ്രന്ഥത്തിൽ നിന്ന് കേൾക്കണോ? അതുള്ളോണ്ടാ ഞാൻ ചോദിച്ചേ. നിങ്ങളെ ഹംബലി മദ്ഹബിൽ നിങ്ങൾ അവലംബിക്കണ കിതാബ് ഏതാ? എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറയില്ല. കാരണം എന്താ? ഇസ്തിഗാസ പോലും മദ്ഹബിലെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാര് കേട്ടോ. ഇബ്നു ഖുദാമന്റെ മുഗ്നി ഹംബലി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബാണത്. നിങ്ങൾക്ക് കിതാബിന്റെ പേര് അറിയില്ലോ? ഇതാ സക്കി ഉസ്താദ് പഠിച്ചു. ഇബ്നു ഖുദാമയുടെ കിതാബുൽ മുഗ്നിയാണിത്. അതിലെന്താ ഉള്ളത് കേട്ടോ? അല്ലാഹുമ്മ ഇന്നക ഖുൽത വഖൗലുക്കൽ ഹഖ് വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക എന്ന ആയത്താണ്ട് ഓതിയിട്ട് സിയാറത്തിന് പോകാൻ പറഞ്ഞ ആള് പറയണം, സിയാറത്തിന് പോയ ആള് പറയണം, വഖദ് അതൈതുക മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി, എന്റെ തെറ്റുകുറ്റങ്ങൾക്ക് പാപമോചനം തേടിക്കൊണ്ട് നബിയെ തങ്ങളുടെ അടുത്ത് ഞാൻ വന്നിരിക്കുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, തങ്ങളെ എന്റെ റബ്ബിന്റെ അടുക്കൽ ശുപാർശകനാക്കിക്കൊണ്ടും ഞാൻ വന്നിരിക്കുന്നു. അത് എന്ന് പറഞ്ഞിട്ട് അസ്അലുക യാ റബ്ബി അൻ തൂജിബ ലിയൽ മഗ്ഫിറത
കമാ ഔജബതഹാ ലിമൻ നതാഹു ഫീ ഹയാതിഹി, അല്ലാഹുവേ ജീവിതകാലത്ത് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞവർക്ക് നീ മഗ്ഫിറത്ത് കൊടുത്തതുപോലെ നീ എനിക്ക് തരണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ജഅൽഹു അവ്വല ശാഫിഈൻ വഅൻജഹ സായിലീൻ വഅക്രമൽ ആഖിരീന വൽ അവ്വലീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹംബലി മദ്ഹബിലെ കിതാബാ കേട്ടോ, ഹംബലി മദ്ഹബിലെ കിതാബാത്. അവിടെ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ ഇസ്തിഗാസ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇബ്നു ഖുദാമന്റെ മോനിയ സൗദി അറേബ്യ ചെന്നപ്പോ ഒരു മുത്തവനോട് ഞാൻ പറഞ്ഞു, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമന്റെ മോനിയിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? അത് മൂപ്പര് കണ്ടിട്ടില്ല. എങ്ങനെ കണ്ടാ പിന്നെ വഹാബിയാവോ? കണ്ടാ വഹാബിയാവോ? ഇതാ കേട്ടോ, അൽ മുസ്തവഅബ്, സാമിരിയുടെ അൽ മുസ്തവഅബ് അതിലല്ലേ അങ്ങനെ. അതാ ഹിജറ 616 വഫാത്തായ മുഹമ്മദ് സാമിരിയുടെ അൽ മുസ്തവഅബ് എന്ന കിതാബിൽ നിന്ന് സക്കി ഉസ്താദ് അടുത്തത് ഇവിടെ ഉദ്ധരിച്ചിരിക്കണം. അതിലെന്താ ഉള്ളത്? അതന്നെ. നിങ്ങൾക്ക് വേറൊന്ന് കേൾക്കണം. ഇനി വേറൊന്ന് പറഞ്ഞുതരാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ STVയിൽ ഒരു ഐഡി വന്നിരുന്നു. നിങ്ങൾക്ക് പലർക്കും അത് ഓർമ്മ ഉണ്ടാവും, ചിലരൊക്കെ അത് അറിയാത്തവരുണ്ടാവും, ചിലർ മറന്നവരുണ്ടാവും. വഹാബി 2012. അപ്പൊ കഴിഞ്ഞല്ലാണ് 2012 2011 എനിക്ക് ഓർമ്മല്ല കേട്ടോ. വഹാബി 2011 എനിക്ക് എന്റെ ഓർമ്മ. മനസ്സിലായോ? മൂപ്പരോട് കയറി ഇന്ന് എന്ത് പറഞ്ഞിട്ടാ നിങ്ങള്? എന്ത് പറഞ്ഞിട്ടാ? ഇബ്നു തൈമിയ്യയുടെ മുമ്പ് ഇസ്തിഗാസയെയും തവസ്സുലിനെയും ആരും എതിർത്തിട്ടില്ല എന്നാണല്ലോ നിങ്ങൾ സാധാരണ പറയല്. എന്നാൽ കിതാബുൽ ഫുനൂനിന്റെ മുസന്നിഫായ ഇബ്നു അഖീൽ അതിനെ തവസ്സുലിനെ എതിർത്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു വന്നിരുന്ന ഒരാള്. നിങ്ങൾക്ക് ഓർമ്മണ്ടോ? അങ്ങനെ അതിന്റെ പേരിൽ ഒരു സംവാദം തന്നെ റൂമിൽ അയാളുമായിട്ട് നടത്തും അല്ലേ? ആ 2012 അല്ലെ? ആ സംവാദത്തിൽ ഞാൻ അയാളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവസാനം അയാൾ ഇട്ടേച്ച് പോയതാ. കിതാബുൽ ഫുനൂന് വെച്ചിട്ട് തന്നെ അദ്ദേഹം തവസ്സുലിന് എതിരല്ല ഞാൻ തെളിയിച്ചു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കിതാബു തദ്കിറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഇതേപോലെ തന്നെ ഇതേ ആയത്ത് ഓതിയിട്ട് സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്ത് ഓതിയിട്ട് അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറയണം, വഖദ് അത്തൈതു നബിയ്യക തായിബൻ മുസ്തഗ്ഫിറൻ ഫസ്അലുക അൻ തൂജിബലിൽ മഗ്ഫിറ. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബി നബിയ്യിക സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യിർ റഹ്മ യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി. നബി തങ്ങളെ നേരിട്ട് വിളിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ വസീലയാക്കി ദ്വാരക്കണം. ഇത് പറഞ്ഞ ഇബ്നു അഖീല് തന്റെ കിതാബു തദ്കിറയിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ നമ്മളെ മൗലവി അന്ന് വന്ന 2012 ചോദിച്ചു, കിതാബു തദ്കിറ ആര് പ്രസിദ്ധീകരിച്ചതാണത് എന്ന് ചോദിച്ചു. മനസ്സിലായോ? ഏത് പ്രസ്സിലാണത് അടിക്കണമെന്ന് ചോദിച്ചു. സത്യത്തിൽ ആ കിതാബ് നേരിട്ട് കാണാത്തത് കൊണ്ട് ആര് പ്രസിദ്ധീകരിച്ചതാണെന്നും ഏത് പ്രസ്സിലാണ് അടിക്കണമെന്നും നമുക്കന്ന് പറയാൻ പറ്റൂലായിരുന്നു. പക്ഷെ അതേ സ്ഥാനത്ത് അദ്ദേഹം ഉദ്ധരിച്ച കിതാബ് അതെവിടെ പ്രസിദ്ധീകരിച്ചെന്ന് അയാൾക്കും പറയാൻ കഴിയാത്തതുകൊണ്ട് സംവാദം അങ്ങനെ തീർന്നു. ഏതാവട്ടെ അന്ന് മുതൽ ഈ കിതാബ് എവിടെയാണുള്ളത് എന്ന അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തിയിട്ട് പലയിടത്തൊന്നും ആ കിതാബ് കിട്ടിയില്ല. അവസാനം ഞാൻ അതിന്റെ ശേഷം മദീനത്ത് പോയപ്പോൾ മദീനയിലെ ലൈബ്രറിയിൽ നിന്ന് അവിടുത്തെ കുത്തുബ്ഖാനയിൽ പോയിട്ട് ആ കിതാബ് അന്വേഷിച്ചു. ആ കിതാബ് എനിക്ക് കിട്ടി. അത്തദ്കിറ ഫിൽ ഫിഖ് ആണോ? കിതാബു തദ്കിറ ഫിൽ ഫിഖ് അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അങ്ങനെയാണ് കിതാബിന്റെ പേരെന്നെ. അങ്ങനെ ആ കിതാബ് അവിടുന്ന് കിട്ടി. ഞാനത് വായിച്ചു. ആ ഭാഗം തന്നെ തുറന്നു. അപ്പറഞ്ഞ ഇബാറത്ത് നേരിട്ട് വായിച്ചു. ഞാൻ അവിടുന്ന് എഴുതിയെടുത്തങ്ങ് കൊണ്ടുവന്നു. മാത്രല്ല ആ കിതാബ് ഒരു CD-യിലാക്കിയിട്ട് എന്റെ ഒരു സുഹൃത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മോങ്ങം എന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ അവിടുന്ന് അത് ഒരു CD-യിലാക്കിയിട്ട് എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഇപ്പോൾ ആ കിതാബ് എന്റെ കയ്യിലുണ്ട്. കേട്ടോ, ഹംബലി മദ്ഹബിലെ പണ്ഡിതനാണ് ഇബ്നു അഖീൽ. ഈ ഇബ്നു അഖീൽ തവസ്സുലിനെ എതിർത്തു എന്നാണ് വഹാബികൾ അന്നും ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇബ്നു അഖീൽ അടക്കമുള്ള ഹിജ്റ 513 വഫാത്തായ ആളാ ഈ ഇബ്നു അഖീൽ. അപ്പൊ തവസ്സുലിനെ ഇസ്തിഗാസനെ എതിർക്കുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ അജണ്ടയിൽ അങ്ങനെ ഇല്ല. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആദാബ് പഠിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നേരിട്ട് വിളിക്കുന്നതും അവിടുത്തോട് ശഫാഅത്ത് തേടുന്നതും എല്ലാം അവിടുത്തെ അദ്കാറുകളായി സിയാറത്ത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ദുആയുടെ ഭാഗങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഏത് കിതാബാണ് നിങ്ങൾ അവലംബിക്കുന്നത് എന്ന് ചോദിച്ചത്. പക്ഷെ നിങ്ങൾ മറുപടി പറയാത്ത എന്താ? രണ്ടാലൊന്നാണ്. ഒന്നൊക്കെ മറുപടി പറഞ്ഞാൽ അതൊക്കെ വരും, നിങ്ങൾക്കൊരു പേടി അല്ലേ? ഇങ്ങനെ മറുപടി പറഞ്ഞാൽ അതൊക്കെ വരുമോ നിങ്ങൾക്കൊരു പേടി. അപ്പൊ പിന്നെ മറുപടി പറയാൻ വയ്യല്ലോ. അല്ലെങ്കിലോ നിങ്ങൾക്ക് ഇങ്ങനെ മദ്ഹബും അറിയില്ല,
ഇമാമിങ്ങളെ അറിയില്ല, ആരും അറിയില്ല. നിങ്ങള് വെറുതെ അങ്ങട്ടെ നിസ്കരിക്കണത് ഇപ്പൊ കുറച്ചോനെ ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നിസ്കരിക്കണത് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ബേജാറുകൊണ്ട് എന്താക്കിയതാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു മദ്ഹബ് സ്വീകരിച്ചാന്നാണ് എന്റെ ബലമായ സംശയം. അങ്ങനെ ഉണ്ടാവും ഇത് അത് മാനക്കടാണല്ലോ അല്ലെ സുഹൃത്തുക്കളെ? മദ്ഹബൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന സുന്നികളെ മുഴുവൻ കളിയാക്കുക. എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഖുർആനും സുന്നത്തും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ചോദിക്കണം, ഞങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ഒരു റക്അത്ത് നിസ്കരിക്കൽ എങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് അതിന് മറുപടി ഇല്ലെങ്കിൽ പിന്നെ അതിലും വലിയ മാനക്കട് വേറെ ഉണ്ടോ? ഇത് വലിയ മാനക്കടാണല്ലോ. നിസ്കാരം പോലും ഒരു റക്അത്ത് നിസ്കരിക്കാൻ പോലും മദ്ഹബില്ലാതെ പറ്റൂല എന്നുള്ള മാനക്കടാണുള്ളത്. അണ്ട് ഈ ചോദ്യം SCV-യിൽ ഇഞ്ഞുണ്ട് കേട്ടാ, ഏത് മൗലവിക്കും വരാം, ബേജാറാകണ്ട, ഏത് മൗലവിക്കും എന്നും വരാം. അത് നമ്മളെ ലബ്ബ മൗലവി ആണെങ്കിലും വരാം, ചെവി ഉണ്ടായാൽ മതി, കാതുണ്ടാകണം. അങ്ങോട്ട് പറഞ്ഞത് കേൾക്കണം എന്നർത്ഥം. അത് അത്ര ഷർത്തേ ഉള്ളൂ. ലബ്ബ മൗലവിനോട് പ്രത്യേകമായിട്ടുള്ള ഷർത്താണത്. കാരണം മുമ്പർക്ക് അങ്ങനെ ഒന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ഏതായാലും ഏത് മൗലവിക്കും വന്നിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഏത് നിങ്ങൾ ഒരു മദ്ഹബും സ്വീകരിക്കണ്ട, ഖുർആനും സുന്നത്തും എടുത്തിട്ട് നേരിട്ടിട്ട് ഇജ്തിഹാദ് നടത്തിക്കോളി. പക്ഷെ ഞങ്ങൾക്ക് വലിയ വലിയ വിഷയങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനാക്കി തരണ്ട, ഖുർആനും സുന്നത്തും അനുസരിച്ച് നിസ്കരിക്കൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മതി. ഖുർആനും സുന്നത്തും അനുസരിച്ച് നിസ്കരിക്കൽ എങ്ങനെയാണ്? ഒറ്റ റക്അത്ത് മതി. രണ്ടാമത്തെ റക്അത്ത് നിങ്ങൾ നീക്കണ്ടെന്ന്, ഒറ്റ റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചെന്നാ മതി കേട്ടോ. എന്നാ ഞങ്ങൾ നിങ്ങളെ കൂടെ ഇജ്തിഹാദ് ചെയ്യാൻ ഞങ്ങളും വരാം. പ്രശ്നം കഴിഞ്ഞല്ലോ. മന്നാറ് ചങ്ങായിമാരെ, നിസ്കരിക്കാൻ പോലും പറ്റാത്ത നിങ്ങള്, ഖുർആനും സുന്നത്തും നോക്കിയിട്ട് നേരിട്ട് നിസ്കരിക്കാൻ പോലും പറ്റാത്ത നിങ്ങളാണ് എല്ലാ വിഷയങ്ങൾക്കും ഖുർആനിനെയും സുന്നത്തിനെയും നേരിട്ട് അവലംബിച്ച് മദ്ഹബിനെ തള്ളിക്കളയണം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇത് കേൾക്കണ ഏത് മലയാളി മൗലവിമാരുണ്ടെങ്കിലും ഓൽക്കെല്ലാം ബാധകമാകുന്ന വെല്ലുവിളിയായിട്ട് ഈ വെല്ലുവിളി ക്ലാസ് റൂമിൽ നിലക്കും കേട്ടോ. അത് എന്നാ നിങ്ങൾക്ക് വരാൻ പറ്റിയ വന്നോളി, വരുന്ന നേരത്തെ വിവരം അറിയിച്ചാൽ മതി. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. ഇൻഷാ അള്ളാ ഇനി കേൾവിക്കാരൻ ഉസ്താദോ മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. ഇവിടെ 2 മണിയോളം എടുത്തു. അതുകൊണ്ട് തൽക്കാലം ഞാൻ പോവാണ്. എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ കലാം മാസ്റ്ററുടെ ഉപ്പ ഇന്ന് വൈകുന്നേരം മരണപ്പെട്ടു എന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞു കാണും. SSF സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പിതാവ്. അതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ആകസ്മികമായി എന്റെ നാട്ടിൽ നമ്മുടെ ഒരു സഹോദരൻ, കൂടുതൽ പ്രായമൊന്നുമില്ലാത്ത ഒരാള്, നമ്മുടെ SVS-ന്റെ മെമ്പറായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയി. തിരിച്ച് അവിടെ ഹോസ്പിറ്റലിൽ 2 മണിക്കൂർ കിടന്നപ്പോഴേക്ക് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. റഹ്മുർ-റഹീമീനായ റബ്ബ് അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു എല്ലാ ശിക്ഷകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടുത്തി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച്